കരുതാൻ ആരും ഇല്ല. പാടുമോ? എന്റെ യേശുവെ പോലെ സ്നേഹം, യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന ആരാധന. നമ്മുടെ കരങ്ങളെ തട്ടി ആ കർത്താവിന് നമുക്ക് കൊടുക്കാം. യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ സ്നേഹിപ്പാൻ, യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന ആരാധന. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോ യേശു ആശ്വാസകൻ. ഹൃദയം തകർന്നിടുമ്പോ, ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, മനസ്സു നുറുങ്ങിടുമ്പോ യേശു ആശ്വാസകൻ. അസാധ്യമെന്ന് കരുതുമ്പോൾ, അസാധ്യമെന്നു കരുതിടുമ്പോൾ യേശു രക്ഷാകരൻ, യേശു രക്ഷാകരൻ. യേശു എന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. യേശുവെ പോലെ സ്നേഹിപ്പാൻ, യേശുവെ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവെ പോലെ കരുതാൻ ആരുമില്ല. യേശുവെ പോലെ സ്നേഹിപ്പാൻ, യേശുവെ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവെ പോലെ കരുതാൻ ആരുമില്ല. യേശുവെ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന ആരാധന. ഏകനെന്ന് തോന്നുമ്പോൾ, ഏകനെന്ന് തോന്നിടുമ്പോ യേശു സ്നേഹിതൻ. പ്രിയരെല്ലാം അകലുമ്പോ, പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ, യേശു പ്രാണപ്രിയൻ. ഏകനെന്ന് തോന്നിടുമ്പോ, ഏകനെന്ന് തോന്നിടുമ്പോ യേശു സ്നേഹിതൻ. ഓ പ്രിയരെല്ലാം അകന്നിടുമ്പോ യേശു പ്രാണപ്രിയൻ. നോവുന്ന മുറിവുകളിൽ, നോവുന്ന മുറിവുകളിൽ സൗഖ്യദായകൻ. ഈ സ്നേഹം മാറുകില്ല, യേശു മാറുകില്ല. യേശുവെ പോലെ സ്നേഹിപ്പാൻ, യേശുവെ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവെ പോലെ കരുതാൻ ആരുമില്ല. യേശുവെ പോലെ സ്നേഹിപ്പാൻ, യേശുവെ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എന്റെ യേശുവെ പോലെ കരുതാൻ ആരുമില്ല. യേശുവെ പോലെ യോഗ്യനാ ആരുമില്ല.
നമ്മെ ഓമനിച്ചു. അപകടവേളയിൽ പാലിച്ചവേ അമ്മയെ പോൽ നമ്മെ ഓമനിച്ചു. അപകടവേളയിൽ പാലിച്ചവനോ ആഹാരപാനീയ വേദിയവൻ നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അവൻ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോലെ രോഗങ്ങളകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അവൻ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ. ഇടയനെ പോലെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവേ ഇടയനെ പോലെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവനോ സ്വന്തമാക്കി നമ്മെ ജീവിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അവൻ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകി. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളാതിനെ വായിച്ചു നമ്മെ നീലം പാലിച്ചാൽ നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവന് നൽകിയവൻ. സ്തോത്രം ചെയ്യാൻ ഹൃദയംഗമായി കുമ്പിടാൻ മുൻപിലാദരവായി. സ്തോത്രം ചെയ്യാൻ ഹൃദയംഗമായി കുമ്പിടാൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പരമോദമോടെ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. രോഗങ്ങളായി രാത്രികാല വിശ്വാസത്തോടെ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ. അവനല്ലോ ജീവനെ നൽകിയവൻ. അവൻ പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ. നിരാത്രികളെ ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്യഭാഷകളിൽ Hallelujah.
Barajala Bauda Baragala Gamana Dargaderi, Balabusha Barida Barajala Bauda Baragala Baudade, Baragala Gamana Dargadala Gamana Dargadala Bauda Barajala Bauda Manari Derete, Rivana Chetene. Uda Baragala Manarga de Ushabaragari Dare, Uda Baragala Manaragaderi, Banabusha Banade, Uda Bushamanada, Rikamare, Ushanate, Bagaderi, Uda Baragaderi, Ushamanada, Uda Baragadari, Regaderi, the Dargadan, Hallelujah, 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 hallelujah. Praise the Lord. ഞാൻ ഗ്രഹിത രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രിയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വളരെ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ഹാലേലൂയ ബലത്തോടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലേലൂയ. സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ദൈവമക്കൾ, പുറത്തുനിന്ന് മറ്റു സഭകളിൽ നിന്ന് കടന്നു വന്നവർ, ദൈവദാസന്മാരായ അനേകർ, അപ്പോൾ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മധ്യയിൽ ഇന്ന് പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റോയ് ഉമ്മൻ ആലപ്പുഴ, ഹല്ലേലൂയ ജോബിൻ പാസ്റ്റർ, മറ്റെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മോട് സംസാരിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിപ്പാനിടയായി. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യരുത്? വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിച്ചു പോകരുത്. അബ്രഹാമിൻ്റെ ജീവിതാനുഭവമായിട്ടുള്ള ബന്ധത്തിൽ അസാക്ഷ്യ വചനമായി അവൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നത്തെ പരിഹരിച്ചത് എന്നുള്ള അതിൻ്റെ ഒരു ആദ്യ ഭാഗം കേട്ടു. വൈകിട്ട് കർത്താവിൻ്റെ ദാസനെ ദൈവം തന്നെ ആത്മാവിൽ ഹല്ലേലൂയ എങ്ങനെയാണ് നിയോഗിച്ചായി ആക്കിയിരിക്കുന്നത്, ആ വിധത്തിൽ ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനുമായിട്ട് അനേക വർഷങ്ങളിലെ പരിചയം എനിക്കുണ്ട്. മിക്കവാറും ഞാനിരുന്ന സഭകളിൽ ഒന്നിലധികം പ്രാവശ്യം കടന്നു വന്ന്, പ്രത്യേകിച്ച് നാലാഞ്ചിറ പല പ്രാവശ്യം കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ഒക്കെയും ഇടയാക്കിയ അവസരങ്ങളെയും ആ നല്ല അനുഭവങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കർത്താവ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദ്യമായി ഇടപെടുവാനിടയാകും. കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആലോചന ദൈവം നമുക്ക് തരും. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് കർത്തൃപാദപീഠത്തിലായിരിക്കാം. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ആദരവോടെ ക്ഷണിച്ചു കൊള്ളുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. നല്ല സ്തോത്രം പറഞ്ഞേ. 1000 നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിയിടുമേ. നാഥനവനിന്നും കൂടെയുണ്ട്. 1000 നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവനിന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച ഓ കൃപയാൽ 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 എന്നിൽ പകർന്നോരു ശക്തി ഇത്. കൃപയാൽ കൃപയാൽ
കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും. പാടിക്കേ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു. പാടിക്കേ. ഓ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച. കരമടിച്ച് ഇത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്. നിന്നകളേറിടും വേളകളിൽ പഴുദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുമവർ. താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്നകളേറിടും വേളകളിൽ പഴുദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുമാവ്. താങ്ങിടും നിത്യവും തൻഭുജത്താൽ. കൃപയാൽ കൃപയാൽ ഉടമശിഖര കൃപയാൽ നിത്യം സ്നേഹിച്ച ഗ്ലോറി. കൃപയാൽ 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 എന്നെ ഇന്ന് രാത്രി ഓ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ നിശബ്ദതയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവിക സാന്നിധ്യം കൊണ്ട് മുഖരിതമായ ഈ നല്ല രാത്രിയിൽ ഒരിക്കൽ കൂടെ ഈ ഉപവാസ പ്രാർത്ഥന, ദീർഘദിവസ ഉപവാസ പ്രാർത്ഥനയുടെ കോണിൽ നിൽക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തരുന്ന വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയ്ക്ക് ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അനുഗ്രഹീനായ, നന്നായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്തദാസൻ കോശപാശ്രയങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരൻ യോവനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന തലമുറയിൽ കർത്താവിൻ്റെ ശബ്ദമായി, കർത്താവിൻ്റെ വായായി ദൈവം നിർത്തുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാത്സല്യ പൈതൽ വിശേഷിച്ചാൽ കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഇംഗ്ലീഷ് വർഷിപ്പിന് നേതൃത്വം കൊടുക്കുന്ന, ക്രിസ്തു ഞാൻ സ്നേഹിക്കുന്ന കർത്തദാസൻ, ബഹുമാന്യ സാറ്, എല്ലാ ദൈവദാസന്മാർക്ക്, കപാസങ്ങൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള രാത്രി വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് അനുഭവിപ്പാൻ കൃപ ലഭിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഈ ജീവനുള്ള മീനെ പിടിച്ചിട്ടാൽ അത് വെള്ളത്തിൻ്റെ മുകളിൽ കാണത്തില്ല. ജീവനുള്ള മീനെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൻ്റെ മുകളിൽ കാണത്തില്ല. അത് അടിക്കോട്ട് ഊളിയിട്ട് ഇറങ്ങി ചെല്ലാൻ തുടങ്ങും. ചത്തതിനെ പിടിച്ച് വെള്ളത്തിൽ ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കും. ഇന്ന് രാത്രി ചത്തവർ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ആത്മാവുള്ളവർ അതിൻ്റെ മുകളിൽ കൂടെ ചലിക്കാൻ തുടങ്ങും. ആമേ. അതിൻ്റെ മുകളിൽ കൂടെ ചലിക്കാൻ തുടങ്ങും. അതിൻ്റെ മുകളിൽ കൂടെ ചലിക്കാൻ തുടങ്ങും. ഈ രാത്രി ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടാൻ കൊതിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
ആമേൻ. അനുഗ്രഹീത വർഷിപ്പ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും രാത്രി വന്ദനം പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ശ്വാസം വിട്ടല്ലേ ഞാനങ്ങ് വീട്ടിൽ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് വേഗം തിരുവഴുത്തിലേക്ക് പോയി കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് അവസാനിപ്പിക്കാൻ പോകുക. വളരെ സന്തോഷം, വളരെ സന്തോഷം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ പുൾപിറ്റിൽ നിൽക്കാൻ ബഹുമാന സാറ് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങളിൽ പുൾപിറ്റിൽ നിൽക്കാൻ കർത്താവ് തരുന്ന അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഇവിടെ പ്രസംഗിച്ച ദൂതുകളൊക്കെ അവരിങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. പാളയത്ത് പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി ആനന്ദം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കാല് ദ്രവിച്ചു തുടങ്ങി. കഴിഞ്ഞ സ്തോത്രം 17 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പ്രസംഗിച്ചതിനേക്കാൾ കാല് ദ്രവിച്ചു തുടങ്ങി. അന്ന് കാല് 20% ദ്രവിച്ചിട്ടുള്ളായിരുന്നു. ഇന്ന് കാല് 50% ദ്രവിച്ചിട്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കർത്താവ് എവിടം വരെ ഓടിക്കുവോ അവിടം വരെ ഞാൻ ഓടും. യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം പറഞ്ഞു എൻ്റെ കൈയൊന്ന് ഒടിഞ്ഞായിരുന്നു. ചർച്ച് പണിയുമ്പോൾ ഒരു ഭിത്തി മൊത്തം കൂടെ കയ്യിലോട്ട് വീണ് കൈ 5ആയിട്ട് ഒടിഞ്ഞു പോയി. സർജറിക്ക് വേണ്ടി കയറ്റപ്പോൾ അനസ്തേഷ്യ എന്നിട്ട് ഓർത്തോടെ ഡോക്ടർ പറഞ്ഞു ഒരു സ്റ്റെപ്പ് നിങ്ങൾ നടക്കില്ലെന്ന്. കാരണം നിങ്ങളുടെ കാലിൻ്റെ ജോയിൻ്റ് എല്ലാം ദ്രവിച്ചിരിക്കുകയെന്ന്. എന്നിട്ട് എൻ്റെ വൈഫിനെ വിളിച്ച് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് നടക്കുന്നയാളാണെന്ന്. സാറേ നടക്കുമെന്നറിയത്തില്ല, വീട്ടിലില്ലെന്നറിയാമെന്ന്. എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് ക്ലച്ചുള്ള വണ്ടി ഓടിക്കുമെന്ന്. പറഞ്ഞു ഉള്ള വണ്ടി എല്ലാം ക്ലച്ചുള്ളതാണ്. സ്തോത്രം ചെയ്തു. അത് പറഞ്ഞു ചുമ്മാതെ പറയാതെന്ന്. ഈ റോഡിൽ വണ്ടി കിടപ്പുണ്ട്, പുതിയ വാഗണാറാ. സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടുന്ന വണ്ടി അത് സ്തോത്രം 4 വർഷമേ ഉള്ളൂ, 3 ലക്ഷം കിലോമീറ്ററായി. സ്തോത്രം ചെയ്യുന്നു. മാരുതിയുടെ ചരിത്രത്തിൽ പോലും 4 വർഷമായ ഒരു വണ്ടി 3 ലക്ഷം ഓടിയിട്ടില്ലെന്ന് അവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം എൻ്റെ വൈഫ് പറഞ്ഞു, ഓടുമോയെന്ന് അറിയത്തില്ല, വണ്ടി ഓടിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഓടുന്നുണ്ടെന്നറിയാം. ഇന്ന് രാത്രി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ പരിമിതികൾക്കപ്പുറത്ത് ചലിക്കുന്നൊരു ദൈവകൃപയുണ്ട്. എൻ്റെ മേൽ വീണ് കിടക്കുന്നതിന് അഭിഷേകം എനിക്കറിയാം. എൻ്റെ പരിധിക്കപ്പുറത്ത് ചലിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ തുള്ളുന്നത് ചാടുന്നത്. 2 കാലുള്ളപ്പോൾ ദ്രവിക്കാത്ത 2 കാലുള്ളപ്പോൾ തമ്പുരാൻ ആരാധിക്കാൻ പറയുമ്പോൾ, ദൈവദാസന്മാരെ സ്തുതിക്കാൻ പറയുമ്പോൾ വാ തുറക്കാതിരുന്ന എന്നെ കൊണ്ട് ദ്രവിപ്പിച്ച അസ്ഥി കൊണ്ട് ദൈവം സ്തുതിപ്പിക്കുക. ആരോഗ്യമുള്ളപ്പോൾ ചാടണമെന്ന് പറഞ്ഞപ്പോൾ ചാടാതിരുന്നത് കൊണ്ട് ദ്രവിച്ച കാലുകൊണ്ട് ചാടുക. ഞാനതുകൊണ്ട് രാത്രി പറയാം, ആരോഗ്യം കൈക്കുള്ളപ്പോൾ വായിക്ക് ആരോഗ്യമുള്ളപ്പോൾ വാ പൂട്ടി ഇരിക്കരുത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വാ പൂട്ടി ഇരിക്കരുത്. തമ്പുരാൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി മത്സരിച്ചിരിക്കരുത്. മാസിൽ വിട്ട് കർത്താവിനെ ആരാധിക്കുക. മാസിൽ വിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ആരും വലിയവരില്ല, ഇവിടെ ആരും ശ്രേഷ്ഠന്മാരില്ല, ഇവിടെ ആരും ഉന്നതന്മാരില്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ. മടിക്കാൻ ആരാധിപ്പോൾ നമുക്ക് കാരണമുണ്ടെന്ന്. ഈ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോൾ ഞാൻ സമയത്ത് യോഗത്തിന് ചെല്ലുന്ന ആളാണ്. എവിടെ വിളിച്ചാലും, ട്രിവാൻഡ്രത്ത് വിളിച്ചാലും, തൃശ്ശൂർ വിളിച്ചാലും, പാലക്കാട് വിളിച്ചാലും, ഇന്ത്യയിൽ എവിടെ യോഗത്തിന് വിളിച്ചാലും ടൈമിൽ ചെല്ലുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ടൈമിൽ യോഗത്തിൽ ചെല്ലണം, ടൈമിൽ നിർത്തണം. ഇത് ശുശ്രൂഷയാണ്, ഇത് പ്രൊഫഷനല്ല, ഇത് ശുശ്രൂഷയാണ്. അവിടെ ഓടിച്ചെല്ലണം. സഹോദരൻ, ഞാൻ നേരത്തെ 10:10 ഞാൻ ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ 2 പേർ കൂടി പിടിച്ചോണ്ട് വരുന്നു. 2 പേർ 2 സൈഡിൽ നിന്നുകൊണ്ട്. അവൻ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കരയാൻ തുടങ്ങി. അവൻ ബോഡി ബിൽഡറാ. സ്തോത്രം ചെന്ന് ദുബായിലെ 2ാമത്തെ ബോഡി ബിൽഡറാ. സ്തോത്രം. പക്ഷേ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് അവൻ്റെ മസിൽസിനെ ദ്രവിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ മസിൽസിനെ ദ്രവിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ 2 കാലം നിൽക്കാൻ പറ്റാതായി. രാജ്യങ്ങൾക്കകത്തും പുറത്തും 5-6 വാക്സിൻ എടുത്ത നമ്മുടെ തലമുറയെ കാത്തതോർക്കുമ്പോൾ ഇന്ന് രാത്രി അതിന് സ്തോത്രം പറയാൻ പറ്റുമോ? രാജ്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ തലമുറകൾ 5-6 വാക്സിൻ എടുത്തിട്ടോ അവിടെ മസിൽസ് ദ്രവിക്കാതെ നിർത്തിയത് ദൈവത്തിന്റെ കരുണയാണെന്ന് ഓർത്ത് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം. ഉപകാരം ഓർക്കുന്നതിനെ സ്തുതിപ്പിക്കണോ? ഉപകാരം ഓർക്കുന്നവൻ സ്തുതിച്ചോളും. നിങ്ങൾ ചോദിക്കും, ഈ പ്രസംഗിക്കാൻ പറ്റും, നിങ്ങൾ മര്യാദയ്ക്കൊന്ന് പ്രസംഗിച്ചിട്ട് പോയാൽ പോരാ, നിങ്ങൾ എന്തിനാ സ്തുതിപ്പിക്കുന്നതെന്ന്. അങ്ങനെ സ്തുതിപ്പിക്കുമ്പോൾ പകുതി അനുഗ്രഹം ഞങ്ങൾക്കാ. സ്തുതിച്ച മൊത്തം അനുഗ്രഹം നിങ്ങൾക്കാ. സ്തോത്രം. സ്തുതിപ്പിച്ച പകുതി അനുഗ്രഹം ഞങ്ങൾക്കാ. സ്തോത്രം. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി പറയുന്നത് ഞങ്ങൾക്ക് പാസ്റ്റർക്ക് അനുഗ്രഹം ഞങ്ങൾ തരത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുവാന്ന്. സ്തോത്രം. സ്തുതിച്ചാൽ ഞാൻ ഈ സ്തുതിപ്പിക്കുന്ന ആളെ അല്ല. സ്തുതിച്ചാട്ടെ, അന്യഭാഷ പറഞ്ഞാട്ടെ, ചാടിയാട്ടെ. ദൈവസ്ഥാനത്തെ നേരി കണ്ടപ്പോൾ ദാവീദിന്റെ പാദം ചലിച്ചു.
ദാവീദിൻ്റെ പാദം രാജകീയ പ്രൗഢി മറന്ന് ആരാധിക്കാൻ തുടങ്ങി, പൊസിഷൻ മറന്ന് ആരാധിക്കാൻ തുടങ്ങി. എന്തിനാ ദാവീദെ ആരാധിക്കുന്നത്? ദാവീദ് പറഞ്ഞു, എന്നെയും എൻ്റെ ഗൃഹത്തെയും ഇവിടം വരെ കൊണ്ടുവന്നവൻ്റെ സ്നേഹമോർക്കുമ്പോൾ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടം വരെ കൊണ്ടുവന്നവൻ്റെ സ്നേഹമോർക്കുമ്പോൾ, എന്നെയും എൻ്റെ തലമുറയും ഇവിടം വരെ കൊണ്ടുവന്നവൻ്റെ സ്നേഹമോർക്കുമ്പോൾ, വീണുപോയെന്ന് തകർന്നു പോയെന്ന് പിശാച് പറഞ്ഞെടുത്ത് ഇവിടം വരെ കൊണ്ടു നിർത്തിയ ദൈവത്തിൻ്റെ സ്നേഹമോർക്കുമ്പോൾ ആരും സ്തുതിച്ചില്ലെങ്കിലും ആരും കൈയടിച്ചില്ലെങ്കിലും അകത്ത് ഉപകാരമുള്ളവൻ, അകത്ത് സ്വസ്ത്രം പറയാൻ കഴിയുന്നവൻ, വിടുതൽ നടത്തിയെന്ന് വഴി ഉറപ്പുള്ളവൻ. ഓ സ്വത്രം. ആൻറ്റി, രണ്ടാമത്തെ കാര്യം ദാവീദ് സൂചിക്കാണ്ട് സാറേ, രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഒന്ന് പറഞ്ഞ് എന്നെയും എൻ്റെ ഗൃഹത്തെയോ ഇവിടം വരെ കൊണ്ടുവന്നൊരു സ്നേഹം ഓർക്കുമ്പോൾ എന്നറിയാമോ, വീട്ടിൽ വിരുന്നുകാർ നിൽക്കുമ്പോൾ, ദേശക്കാർ നിൽക്കുമ്പോൾ, ചാർച്ചക്കാർ നിൽക്കുമ്പോൾ എല്ലാത്തിനും കൂടെ നിരത്തി ഇറക്കി 7 എണ്ണത്തിനെ കണ്ടപ്പോൾ ശമൂവേലിന് ദൂത് പറയാനൊരു ഇഷ്ടം. പണ്ട് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ചെരുപ്പ് നോക്കുമായിരുന്നു. ചെരുപ്പ് പ്രാരംഭകാലത്തെ 96-ലെ കാര്യമാണ് പറയുന്നത്. ചെരുപ്പ് നോക്കുമായിരുന്നു. എടുത്തോണ്ട് പോകാനൊന്നും അല്ല, ഒത്തിരി ചെരുപ്പ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഒത്തിരി ആൾക്കാരുണ്ടെന്ന്. വിദേശ രാജ്യങ്ങളിൽ പ്രസംഗിക്കാൻ പോയപ്പോഴേ സാറേ അതങ്ങ് മാറി. സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒരു ചെരുപ്പും പുറത്ത് കാണത്തില്ല. സ്തോത്രം ചെയ്യുന്നു. അന്ന് ഞങ്ങൾ ചെരുപ്പ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ യോഗത്തിൽ ചെല്ലുമ്പോൾ, പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ 2-3 ചെരുപ്പ് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു സങ്കടം തോന്നും. സ്തോത്രം ചെയ്യുന്നു. ചെരുപ്പ് ഒത്തിരി കാണുമ്പോൾ ഒത്തിരി പേരുണ്ടെന്നൊരു സന്തോഷമില്ലേ? സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ശമൂവേലിന് ദൂത് പറയാൻ ഭയങ്കര സന്തോഷമായി. എല്ലാവരും അടുത്തോട്ട് അന്യഭാഷ പറഞ്ഞ് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാ, ഇവരെ ആരെയും ഞാൻ കണ്ടിട്ടില്ലെന്ന്. ശമൂവേൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവം എന്നെ അയച്ചിട്ടല്ലയോ വന്നേന്ന്, ദൈവം എന്നെ ഇവിടെ കല്യ വിട്ടേന്ന്. ദൈവം പറഞ്ഞു, ശമൂവേലേ, നിന്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു മഹത്വം കാണാൻ പോകുകയാ. നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്തൊരു മഹത്വം കാണാൻ പോകുകയാ. ഇന്ന് പകൽ നിന്നെ അയച്ചതിന്റെ തെളിവ് കാണാൻ പോകുകയാ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയാ. നിന്റെ അക്ഷരിക കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നിന്റെ പുറത്തെ കണ്ണ് നടച്ചു, അടച്ചിട്ട് അകത്തെ കണ്ണ് പ്രകാശിച്ചു. ഒരുവൻ വരുന്നത് കാണാൻ പറ്റൂ. നിന്നെ അഭിഷേകത്തോട് അയച്ചത് അഭിഷേക തൈലം കൊണ്ട് തിരിച്ചു പോകാനല്ല. ഈ രാത്രി അഭിഷേക തൈലം തിരിച്ചു വാങ്ങി വെച്ചോണ്ട് പോകാനല്ല. സ്വത്രം. ചുമയിൽ ചോദിച്ചു, മക്കളെല്ലാം ആയോ എന്ന്. ഈ അപ്പനും അമ്മയും പോലും പറഞ്ഞില്ല. എന്താ പറയാഞ്ഞ? അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടും സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. ദൂത് ഇത്രേ ഉള്ളൂ. അപ്പനും അമ്മയും പറഞ്ഞു, പ്രാപ്തിയുള്ളവനെ നിർത്തിയിട്ട് എടുത്തില്ല. സാറേ അതാ കാര്യം. നമ്മൾ ഈ പ്രസംഗിക്കുമ്പോൾ അപ്പനും അമ്മയും മറന്നു ചുമ്മാതാ. അപ്പനും അമ്മയും മറന്നിട്ടൊന്നുമില്ല. സത്യമായിട്ട് ജോന് പ്രസംഗിക്കുന്ന പറഞ്ഞാൽ അപ്പനും അമ്മയും മറന്നിട്ടാണ്. അല്ല, അപ്പനും അമ്മയും പറഞ്ഞു, ഈ പ്രാപ്തിയുള്ളവരെ പിടിച്ചിവിടെ നിർത്തിയിട്ട് അവരെ എടുത്തില്ല, പിന്നെ ചെറുക്കനെ എടുക്കൂ. പ്രാപ്തിയുള്ളവരെ ഇവിടെ എടുത്തില്ല, ഇല്ലേ? ആരോഗ്യമുള്ള ശൗലിൻ്റെ പട്ടാളത്തിലുള്ളവരെ എടുത്തില്ല, പിന്നെ ആടിനെ മാത്രം തീറ്റ അറിയാവുന്നതിനെ എടുക്കൂ. പക്ഷേ അപ്പൻ ഒരു കാര്യം തെറ്റി, അവൻ ആടിനെ തീറ്റയും ആരാധിക്കാൻ ചെയ്യുന്നവനായിരുന്നു. മനസ്സിലായില്ല. അവൻ അപ്പൻ്റെ ആടിനെ തീറ്റയും ആരാധിക്കുക ചെയ്യുന്നതിനായിരുന്നു. അവിടെയാ കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യം. ആടിനെ തീറ്റും ആരാധിക്കുക ചെയ്യും. ശൗലിൻ്റെ പട്ടാളത്തിലുള്ളൊരു പട്ടാളപ്പണി ചെയ്യും, ആരാധിക്കത്തില്ല. സ്വത്രം. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം വാക്ക്. സ്വത്രം. മൂന്നാമത്തെ കാര്യം ദാവീദ് ആരാധിക്കാൻ കാര്യം. ദാവീദ് പറഞ്ഞു, എടി കൊച്ചേ, നിന്റെ അപ്പൻ്റെ കൊട്ടാരത്തിൽ എന്നെ ഇരുത്തിയെന്ന്. നിന്റെ അപ്പൻ്റെ കൊട്ടാരത്തിൽ എന്നെ ഇരുത്തിയെന്ന്. കൊട്ടാരത്തിൻ്റെ വലിപ്പമല്ല, കൊട്ടാരത്തിൻ്റെ നീളമല്ല, കസേരയുടെ വലിപ്പമല്ല, സിംഹാസനത്തിൻ്റെ പൊക്കമല്ല. ആ കൊട്ടാരത്തെ നോക്കിക്കൊണ്ട് ദാവീദ് പറയാ, ഇവിടെ ഇരുത്തിയെന്ന് പറയുമ്പോൾ അതിനൊരു മഹത്വമുണ്ട്. കോയി സാറേ, എന്നറിയാമോ? ചുവരോട് ചേർത്ത് കുത്തിക്കൊല്ലാൻ നോക്കിയെടുത്ത് കൊണ്ടിരുത്തി ആദരിച്ചൊരു ദൈവമെന്ന്. എവിടെ നിന്നെ അടുപ്പിക്കത്തില്ലെന്ന്, എവിടെ നിന്നെ നിർത്തത്തില്ലെന്ന് വെല്ലുവിളിച്ചോ, എവിടെ നിന്നെ ഒതുക്കുമെന്ന് വെല്ലുവിളിച്ചോ, എവിടെ നിന്നെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചോ, എവിടെ നിന്നെ ചുവരോട് ചേർത്ത് കുത്തുവെന്ന് വെല്ലുവിളിച്ചോ, എൻ്റെ അച്ചാച്ചന്മാരെ അവിടെ കൊണ്ട് നിർത്തിയ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നെങ്കിൽ പരിധി വിട്ട് കൈയടിച്ച് ആരാധിച്ചിട്ട് പറ, എവിടെ നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചോ, അവിടെ നിന്നെ കൊണ്ടുയർത്തുന്ന ഒരു ദൈവകാരം ഇന്ന് രാത്രി പൊട്ടി ഒഴുകുന്ന ആണ പോലെ ആത്മശക്തി വെളിപ്പെടട്ടെ. ഈ 5-ാമത്തെ രാത്രി ഇതുവരെ അനുഭവിക്കാത്തൊരു ശകന ഞാൻ ആത്മാവിൽ കാണുകയാ. ജീസസ്. ആമേൻ. സ്തോത്രം. അപ്പൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടിരുത്തിയ കർത്താവിൻ്റെ മഹത്വം ഓർക്കുമ്പോൾ ആരാധിക്കത്തില്ലേ? ആരാധിക്കും. ദൈവം അഭിനയത്തെ വെറുക്കുന്നു. ദൈവസഭ അഭിനയിക്കരുത്. സ്തോത്രം പറഞ്ഞാൽ സ്തോത്രമായിരിക്കണം. ഇതൂടെ വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് ആത്മീയ ദൂതിലോട്ട് കയറി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ദൈവസഭ അഭിനയിക്കരുത്. ഒരു അമ്മാമ്മ ശരിക്കും അങ്ങ് അഭിനയിച്ചു. ഒരമ്മാമ്മ
ശരിക്കും അങ്ങ് അഭിനയിച്ചു. അച്ചാനെ കണ്ടോന്ന്. അച്ചാനെ കണ്ടവരാരുമില്ല. ഇന്നത്തെ കൊണ്ട് മൊബൈൽ ഫോൺ സംവിധാനത്തെ പഴയ കാലമല്ലേ, അച്ചാനെ കണ്ടവരാരുമില്ല. അവസാനം തിരക്കി നടന്നപ്പോൾ ആരോ പറഞ്ഞു അച്ഛൻ ഫെയ്ത്തോമിലുണ്ടെന്ന്. അമ്മാമ കുതിരവണ്ടിയോ കാളവണ്ടിയോ പിടിച്ച്, കോശാർ എന്നെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാളവണ്ടിയോ കുതിരവണ്ടിയോ പിടിച്ചിട്ട് അമ്മാമ പോയി അച്ഛനെ തിരക്കി പോയി. അപ്പോഴാരോ പറഞ്ഞു അച്ഛൻ ഫെയ്ത്തോമിലുണ്ടെന്ന്. സാറിന് കാര്യം മനസ്സിലായി, അച്ഛൻ ഫെയ്ത്തോമിലുണ്ടെന്ന്. അമ്മാമ ഫെയ്ത്തോമിലോട് ചെന്ന് കേട്ടു എൻ്റെ അച്ഛനെ കണ്ടോന്ന്. അപ്പോൾ ഭക്തൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു അച്ഛനെ കണ്ട കാര്യം അവിടെ നിൽക്കട്ടെ, ഇത്രയ്ക്കൊന്ന്. ഇപ്പം മനസ്സിലായി, ഇത്രയ്ക്കൊന്ന്. സഫീറെ അവിടെ നല്ലൊരു നാടകം അഭിനയിച്ചു. എൻ്റെ പാസ്റ്ററെ കറക്റ്റാന്ന്. ആരുടെ മുമ്പിലാ? പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ. ഇന്ന് രാത്രി വേഷം കെട്ട് കൊള്ളാം, അഭിനയം കൊള്ളാം, അത് പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിലാകരുത്. ആമേൻ പറഞ്ഞില്ല. കളിക്കളത്തിലെ ദൂതല്ല പറയുന്ന, പോർക്കളത്തിലെ ദൂതാ. ഇന്ന് രാത്രി പോർക്കളത്തിലെ ദൂതാ പറയുന്നത്. മനുഷ്യന് മുമ്പിൽ വേഷം കെട്ടി അഭിനയിക്കുക, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അഭിനയിക്കല്ലേ. രാത്രി കൈയടിച്ചാലും ഇല്ലെങ്കിലും, സ്വത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അഭിനയിക്കല്ലേ. ആമേൻ. പകൽ വായിച്ച വാക്യത്തിലേക്ക് ഓടി വരിക. റോമലേഖനം 4:19-20-21 വാക്യങ്ങൾ. ആമേ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ച ഒരാളെ ഞാൻ പറഞ്ഞു. ആമേ. അവൻ ഏകദേശം 100 വയസ്സിനുള്ള അങ്ങനെയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടു വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്താ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തതിൻ്റെ കാരണം എന്നറിയാമോ? വിളിച്ച ദൈവത്തിൻ്റെ വലിപ്പം അറിയാം. ആരാ വിളിച്ചതെന്നറിയാം. ഇന്ന് രാത്രി വിളിച്ചവന്റെ മഹത്വം അകത്തോടുണ്ടെങ്കിൽ ക്ഷീണിക്കല്ലേ. വിളിച്ചത് ആരാന്ന് ഉറപ്പുണ്ടെങ്കിൽ ക്ഷീണിക്കല്ല. നമ്മെ വിളിച്ചത് മനുഷ്യനല്ല. നമ്മെ വിളിച്ചത് അധികാരമുള്ള ദൈവമാണ്. നമ്മെ വിളിച്ചത് സർവശക്തനാണ്. നമ്മെ വിളിച്ചത് ഉന്നതനായ ദൈവമാണ്. ദൈവം വിളിച്ചിറക്കി. ഒരു ദിവസം ദൈവത്തെ വിറ്റ് കാശാക്കിക്കൊണ്ട് നിൽക്കുന്നൊരു വീട്ടിൽ നിന്നാണ് വിളിച്ചിറക്കിയായി. ഞാൻ അബ്രഹാമൻ തൊട്ടിട്ടൊന്ന് ഓടി മാറാ. ദൈവത്തെ വിറ്റ് കാശാക്കിയ വീട്ടിൽ നിന്നാണ് ദൈവം വിളിച്ചിറക്കിയേ. ആരാ ദൈവത്തെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ആരാ? ദൈവങ്ങളെ വിറ്റ് കാശാക്കുന്ന, ദൈവത്തെ അല്ല, ദൈവങ്ങളെ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തേരകൻ്റെ വീട്ടിലോട്ട് ജീവനുള്ള ദൈവം ഇറങ്ങി വന്നു 33 കോടി വീട്ടിൽ മിണ്ടാതിരിക്കുമ്പോൾ, പിരക്കകത്ത് ഷെഡിനകത്ത് 33 കോടി മിണ്ടാതിരിക്കുമ്പോൾ പേര് വിളിച്ചിറങ്ങി വരുന്നൊരു ദൈവം. പേര് വിളിച്ചിറങ്ങി വരുന്നൊരു ദൈവം. ആ വിളിച്ച ദൈവം ഇങ്ങനെ, അബ്രാമേ എന്ന് വിളിച്ചപ്പോൾ ഞെട്ടലോടെ അബ്രഹാം ശബ്ദം ഉയർത്തിയിട്ട് ചോദിച്ചു, ആരാന്ന്? ഞാൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഈ ചലിക്കാത്തതിനെ പുറത്തിറക്കിയിട്ട് ചലിക്കുന്നതിനെ അകത്ത് കയറ്റിയപ്പോൾ സ്വർഗ്ഗം ഒരു ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോകുക. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, നീ ചിലതിനെ വിടണം. ആമേ. നീ ചിലതിനെ വിടണം. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നീ മുറുകെ പിടിച്ചിരിക്കുന്ന ചിലതിനെ വിട്ടാൽ ഐശ്വര്യം ഉറപ്പാ, അനുഗ്രഹം ഉറപ്പാ. ഹല്ലേലൂയ. നീ വിടേണ്ട ചിലതുണ്ട്, അതിനെ വിട്ടോടിയാൽ അനുഗ്രഹം നിനക്കാ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ഇത് വിട്ടോടുവീൻ. വിട്ടോടണം. ദൂത് കയറി വരിക, വിട്ടോടണം. അബ്രഹാം പറഞ്ഞു, വിടാൻ കർത്താവ്. തേരക ഓടി വന്നപ്പോൾ ദൈവങ്ങളെല്ലാം ഉടഞ്ഞു കിടക്കുന്നു. തേരക ചോദിച്ചു, എന്തേ ദൈവങ്ങൾ ഉടയാൻ കാരണം? അവ പറഞ്ഞു, വലിയ ദൈവം കൊച്ചു ദൈവങ്ങളെല്ലാം ഉടച്ചെന്ന്. അബ്രഹാം പറഞ്ഞു കേട്ടുകൊണ്ട് തേരക കരമുയർത്തി പറഞ്ഞു, അത് ഉടയ്ക്കത്തില്ലെന്നറിയാം, അതിന് ജീവനില്ലെന്ന്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഞാൻ ജീവനുള്ളവനെ കണ്ടെന്ന്. ഇന്ന് രാത്രി ഗൾഫുകാരനെ കണ്ടിട്ടിറങ്ങിയതല്ല നമ്മൾ, അമേരിക്കക്കാരനെ കണ്ടിട്ടിറങ്ങിയവള്. നമ്മളിറങ്ങിയത് ജീവനുള്ള ദൈവത്തെ കണ്ടിട്ട് ഇറങ്ങി വന്നവളാ. നമ്മൾ ജീവനുള്ള ദൈവത്തെ കണ്ടിറങ്ങി വന്നവരാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ പാളയത്തിരിപ്പുണ്ടെങ്കിൽ 2 കരങ്ങളും ഉയർത്തി പിടിച്ചു പറ, ഇറങ്ങി വന്നത് മനുഷ്യനെ കണ്ടല്ല, ഇറങ്ങി വന്നത് പണം കണ്ടല്ല, ജീവനുള്ള ദൈവത്തെ കണ്ട. ഇന്ന് രാത്രി പ്രതിസന്ധി കയറി വന്നപ്പോ, പ്രതികൂലം കയറി വന്നപ്പോ തളർന്നു പോകാഞ്ഞതിന്റെ കാരണം ജീവനുള്ള ദൈവത്തെ കണ്ടിട്ടാണെന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം പറഞ്ഞേ. വിശ്വാസത്തിൽ ക്ഷീണി ദൈവം പറഞ്ഞു, ഐശ്വര്യം അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ട് പോയ വാഗ്ദത്തം ചുമന്നുകൊണ്ട് പോയ അബ്രഹാം 15-ാം അധ്യായം വരുമ്പോൾ തലയൊന്ന് താണു. വിശ്വാസത്തിൽ ചെറിയൊരു ക്ഷീണം തട്ടി. 2-3 ദൂത് വേഗം എന്ന ഭാഗത്തുനിന്ന് പറഞ്ഞ് ഓടി നമ്മൾ മാറും. 15-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ ഒരു ചെറിയ ക്ഷീണം തട്ടി. ഇറങ്ങി ദൈവം വന്നു. തല കൂടാരത്തിന്റെ മുമ്പിൽ കുനിയപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ തല ഉയർത്തി. അബ്രഹാം കൂടാരത്തിൽ തല കുനിയപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ തല ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ്. ഇന്ന് രാത്രി വിശ്വാസത്തിൽ ക്ഷീണിച്ചവന്റെ അടുത്തോട്ട് വന്നിട്ട് കുറ്റം പറയല്ല, അവനെ കളിയാക്കുമല്ല. അവന്റെ ഹൃദയം തീണിച്ചിരിക്കുമ്പോൾ, അവന്റെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ, അവൻ ഉടഞ്ഞിരിക്കുമ്പോൾ അവനോട് പറയാ, തല കുനിക്കണ്ടാടാ, അവൻ പതറണ്ടാടാ, ഞാൻ നിന്റെ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്നോട് പറഞ്ഞത് നിറവേറ്റാൻ പോകുക.
ആ ധൈര്യം കൊണ്ട് 17-ാം അധ്യായം കഴിഞ്ഞ് 18-ാം അധ്യായത്തിലേക്ക് വരും. വീണ്ടും തലകുനിഞ്ഞു. അബ്രഹാം കൂടാരവാതിക്കൽ തലകുനിച്ചിരിക്കുമ്പോൾ 3 പുരുഷന്മാർ ആ വഴി വരെ ആരെന്നറിയാതെ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞിട്ട് അസാരം വെള്ളമെടുത്ത് കാല് കഴുകി. പിള്ളേർ കേൾക്കണം, ചെറുപ്പക്കാർ കേൾക്കണം. അസാരം വെള്ളമെടുത്ത് കാല് കഴുകി. 3 പേരുടെ കാല് നനച്ചപ്പോൾ സ്വർഗം എഴുതി വെച്ചു, 6 ലക്ഷത്തിൻ്റെ കാല് ഞാൻ നനയ്ക്കത്തില്ലെന്ന്. PMG ഇരിക്കുന്ന പ്രബുദ്ധരായ ദൈവമക്കളോട് അത് ഊത് പറയുന്നത്. 3 പേരുടെ കാല് മനസ്സോടെ നനച്ചപ്പോൾ സ്വർഗം എഴുതി വെച്ചു, 6 ലക്ഷത്തിൻ്റെ കാല് ഞാൻ നനയ്ക്കത്തില്ലെന്ന്. മനസ്സിലായോ? ആമേൻ. നീണ്ട ചെങ്കടൽ കൂടെ മനസ്സിലാകുന്ന ദൂത്. 3 പേരുടെ കാല് മനസ്സോടെ നനച്ചപ്പോൾ ദൈവം എഴുതി, അബ്രഹാമെ, കൊച്ചുമക്കൾ ചെങ്കടലിൽ കൂടെ പോകുമ്പോൾ ചെങ്കൽ പാത ഒരുക്കി ഞാൻ അവരെ അക്കരെ എത്തിക്കുമെന്ന്. അവിടെ കാല് ഞാൻ നനയ്ക്കത്തില്ലെന്ന്. നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മറന്ന് കളയാത്തൊരു ദൈവമുണ്ട്. ആരൊക്കെ മറന്നാലും നീ കർത്താവിന് വേണ്ടി ചെയ്തത് ഒരു കാലത്ത് മറന്ന് കളയാത്ത ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മനിറവോടെ സ്തോത്രം പറ. മറന്ന് കളയാത്തൊരു ദൈവമുണ്ട്. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. ആരൊക്കെ മറന്നാലും ദൈവം നമ്മെ മറക്കില്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മെ ഉപേക്ഷിക്കില്ല. പറഞ്ഞ ദൂത് നിറവേറ്റാൻ വന്നത്. സാറ ഓടിച്ചെന്ന് അബ്രഹാം കൂടാരത്തിലേക്ക് ബന്ധപ്പെട്ടി എന്നിട്ട് പറഞ്ഞു, സാറേ വേഗം 3 നടങ്ങി മാവെടുക്കാൻ. ആ കണക്കും തെറ്റിപ്പോയി. വളയത്തുകാർ സ്വോത്രം പറയത്തില്ലെന്നറിയാം, എന്നാലും ഞാനങ്ങ് പറയാം. ആ കണക്കം തെറ്റിപ്പോയി. കണക്ക് പറയണ്ടായിരുന്നു, 3 നടങ്ങയുടെ കണക്ക് പറയണ്ടായിരുന്നു. ആമ വേഗം മാവെടുക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. മന്ന കൊടുത്തപ്പോൾ ദൈവവും കണക്ക് പറയത്തില്ലായിരുന്നു. ഇറച്ചി ഇഷ്ടം പോലെ കൊടുത്തു, കാടയെ ഇഷ്ടം പോലെ ദൈവം കൊടുത്തു. ഒരു കണക്കും പറഞ്ഞില്ല. ഒരു വീട്ടുകാർക്കും ദൈവം കണക്ക് വച്ചില്ല. ഇറച്ചിക്ക് ദൈവം ഒരു കണക്കും വച്ചില്ല. വെച്ചോ? ഇല്ല. ഇറച്ചിക്ക് ദൈവം ഒരു കണക്കും വെച്ചില്ല. കാടയെ ഉണക്കിയും വറുത്തും ഫ്രൈ ചെയ്തൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ കൊടുത്തു. ഇഷ്ടം പോലെ മൂക്കിക്കൂടെ വരുന്ന ദൈവം കൊടുത്തു, അല്ലേ? ദൈവം കൊടുത്തു. പക്ഷേ ആമേ സ്തോത്രം, ദൈവത്തിന് അപ്പം അളന്നു കൊടുത്തപ്പോൾ 3 നടങ്ങയുടെ കണക്ക് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇടങ്ങഴി പറക്കിയാൽ മതിയെന്ന്. രാവിലെ മഞ്ഞിനകത്ത് ദൈവം മഞ്ഞ പെയ്ച്ചു. ആദ്യം മഞ്ഞ് പെയ്ച്ചു, മഞ്ഞിനകത്ത് മഞ്ഞ ഇട്ടു, മഞ്ഞയ്ക്കകത്ത് മഞ്ഞ ഇട്ടു. ആമ എന്തിനെന്നറിയാമോ? കേടുകൂടാതിരിക്കാൻ. 2 ആമ പൊടി പറ്റാതിരിക്കാൻ. 3-ാമത്തെ ദൂത് കർത്താവിൻ്റെ പ്രാർത്ഥന മുറി പറഞ്ഞു, എന്തിനാ മഞ്ഞ് പൊതിഞ്ഞെന്ന്? നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പ്രപഞ്ചം എഴുന്നേൽക്കും. നമ്മൾ എഴുന്നേൽക്കുന്ന മുമ്പേ പക്ഷിമൃഗാദികൾ എഴുന്നേൽക്കും. ഇന്ന് വരെ കാണാത്ത കൊത്തമ്പാലരി പോലെ ആമ വലിപ്പമുള്ള ഈ തേൻ പോലെ മധുരമുള്ളത് കാണുമ്പോൾ ഇവത്തുങ്ങൾ ഒന്നിച്ചു വന്ന് പറക്കി കൊത്തിക്കൊണ്ട് പോകും. അർത്ഥം ഇത്രയേ ഉള്ളൂ, നിനക്ക് വേണ്ടി മാറ്റിയത് ആർക്കും കൊത്താൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ, കരമടിക്കാൻ പറ്റുന്ന അഭിഷക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ടേ പറ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റിയിട്ടത് വഴിമാറിപ്പോകത്തില്ലെന്ന് അകത്ത് ഉറപ്പുള്ള ദൈവം. ഇത് അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, ആവേശത്തോടെ പറ, എനിക്ക് വേണ്ടി മാറ്റിയിട്ടതാ. മോറിയായിൽ എനിക്ക് വേണ്ടി മാറ്റിയിട്ടതാ. മോറിയായുടെ മലയിൽ ഒരു കുരുക്കപ്പെട്ട ആട്ടുംകുട്ടിയുണ്ട്, അതെനിക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുക. ഒരു ദുഷ്ടശക്തി അവനെ തൊടില്ല, ഒരു ദുഷ്ടമൃഗവനെ തൊടില്ല. അബ്രഹാമെ, ആരാധനയ്ക്ക് ഇറങ്ങിയവനെ നിനക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുകയോ അതാരും കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ശബ്ദമുയർക്കേണ്ട, ശബ്ദമുയർത്ത്. ഓ, ശബ്ദം ഉയരട്ടെ. വായം തുറക്ക്. ഇത്രയും പേരിരിക്കല്, 150 പേരിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് ആ വചനത്തിന്റെ സ്ഫോടനം സംഭവിക്കട്ടെ, വചനത്തിന്റെ സ്പാർക്കിംഗ് സംഭവിക്കട്ടെ. നിനക്ക് വേണ്ടിയുള്ളത് വഴിമാറിപ്പോകത്തില്ല. അത് നിനക്ക് വേണ്ടി പാക്കേജ് വെച്ചേക്കുക. നിനക്ക് വേണ്ടി ന്യൂ പാക്കേജ്. അതാരും കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ വാ തുറന്ന് പറ, അത് എനിക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുക, എന്റെ തലമുറയ്ക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുക, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുക. അത് കൊത്തി പറക്കിക്കൊണ്ട് പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തി. തിളച്ചു മറിയുന്ന ഒരു വെള്ളം പോലെ ഇന്ന് പകൽ അകത്തൊരു ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അകത്ത മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. എനിക്ക് വേണ്ടി മാറ്റിയിട്ടത് ദൈവം. ജീസസ്, ഹല്ലേലൂയ. വിശ്വാസത്തിൽ നാം ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തൊരു മനുഷ്യനെ തൊട്ടിട്ട് നാം വാഗ്ദത്തത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ആമേ 3 പോയിന്റിൽ ഒറ്റ പോയിന്റേ പറഞ്ഞുള്ളൂ, നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുതെന്ന്. 2 വാഗ്ദത്തത്തിൽ ശക്തിപ്പെടണമെന്ന്. 3 കർത്താവിന് മഹത്വം കൊടുക്കണമെന്ന്. 3 കമ്പിവാചകത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമേ വിശ്വാസത്തിൽ ക്ഷീണിക്കാത്തൊരു മനുഷ്യനെ ഞാൻ പറയാം. കോടീശ്വരനായൊരു മനുഷ്യൻ, ദേശത്തെ ഏറ്റവും വലിയ പ്രമാണി, ഒരു ദിവസം ചീട്ടുകൊട്ടാരം പോലെ തൻ്റെ മുമ്പിലുള്ള സകല നന്മകളും പോയപ്പോൾ, സകലതും കൈവിട്ടു പോയപ്പോഴും
വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അറിയാവുന്ന ദൈവമക്കളായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു കൊടീശനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ സകലതും മാറി മറിഞ്ഞപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആ മനുഷ്യൻ്റെ പേര് അയ്യോബ്. ആ മനുഷ്യൻ്റെ പേര് അയ്യോബ്. അയ്യോബിൻ്റെ ജീവിതത്തിൽ 3 ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഒന്നവൻ നിഷ്കളങ്കനായിരുന്നു, 2 അവൻ നേരുള്ളവനായിരുന്നു, 3 അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു, 4 അവൻ യഹോവ ഭക്തനായിരുന്നു. എന്താ ഗുണമെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ പുതിയ പ്രാരംഭ ദിവസങ്ങളല്ലേ, നാം വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും കഴുകപ്പെടുകയും ചെയ്യുമ്പോൾ അനുഗ്രഹ വിഷയങ്ങൾ ഉറപ്പാ. എന്താ നിഷ്കളങ്കന്റെ പ്രത്യേകത? 37 സങ്കീർത്തനം 18 വാക്യം. നിഷ്കളങ്കന്റെ പ്രത്യേകത എന്നാ? 37 സങ്കീർത്തനം 18 വാക്യം. നിഷ്കളങ്കമാരുടെ നാളുകളെ ദൈവം അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അച്ഛാ ഡിസ്പ്ലേയിലെ വാക്യം ഇടാൻ പറ്റുമെന്ന് ഇട്ടോച്ചാ. നിഷ്കളങ്കന്മാരുടെ നാളുകളെ ദൈവം അറിയുന്നു. 37 സങ്കീർത്തനം 18 വാക്യത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിഷ്കളങ്കനാണോ നിന്റെ നാളുകളെ ദൈവം അറിയും, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞു, നിഷ്കളങ്കന്റെ അവകാശത്തിന്റെ മേൽ ഒരു ദുഷ്ടന്റെ ഇതാന്റെ ദൂത് ഒരു ദുഷ്ടന്റെ ചെങ്കോല് വിരിക്കാൻ കഴിയത്തില്ല. ദൈവം സാറേ ഇരുത്തത്തില്ല. ഈ രാത്രി നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഡിസ്പ്ലേ വാക്യമിട്ട് കാണിക്കാം. നിഷ്കളങ്കന്മാരുടെ നാളുകളെ, നിന്റെ ശുശ്രൂഷയുടെ നാളുകളെ അറിയുന്നത് മറ്റൊരുത്തനല്ല. നീ എവിടെ ശുശ്രൂഷിക്കണമെന്ന് വിചാരിക്കുന്ന ലോകമല്ല, നിന്റെ മേൽ അഭിഷേകം ഇട്ടവനാ. ഈ രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ യോഗത്തിനകത്തിരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധമാവി പറ, നിന്റെ നാള് തീരുമാനിക്കുന്ന ദുഷ്ടനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. നീ എവിടെ ജീവിക്കണം, നീ എവിടെ ആരാധിക്കണോ, നീ എവിടെ സ്വത്രം പറയണോ, നീ എന്തിനാണ് തീരുമാനിക്കുന്നത്? ദുഷ്ടപിശാചല്ല, നിന്റെ ദൈവമാണ്. ഓ, ഉറപ്പുള്ള ദൈവമക്കൾ ആരാധിച്ചോ. ഈ രാത്രി ശക്തി വ്യാപരിക്കപ്പെടുക. ആത്മശക്തിയോടെ ആരാധിക്ക. നിന്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ചില ചെങ്കോലുകൾ ഈ ദിവസങ്ങളിൽ ഓടിയട്ടെ. നിന്റെ ദേശത്ത് ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നീ ഗംഭീര ധ്വനമായ കാഹളം മുഴക്ക്. ഓ, കാഹളത്തിന്റെ ശബ്ദം മുഴക്ക്. അടങ്ങിയിരിക്കാതെ ഉറക്ക വിളിക്ക്. നിഷ്കളങ്കന്മാരുടെ നാളുകളെ ദൈവം അറിയുന്നെന്ന്. ഓ ആന്റി, അവിടെ അവകാശം എന്നാ വിടുതൽ ആന്റിയെ വായിച്ചോ. ആന്റിയെ വാ തുറന്ന്, അവിടെ അവകാശം ശാശ്വതമായിരിക്കുമെന്ന് ഈ രാത്രി പറ. നിഷ്കളങ്ങനെ ജീവിച്ചാൽ, അഭിനയിച്ചാലല്ല, നിഷ്കളങ്ങനെ ജീവിച്ചാൽ അഭിനയിക്കാൻ പറ്റും. നിഷ്കളങ്കനായിട്ട് ഭക്തനായിട്ട് അഭിനയിക്കാൻ പറ്റും. അവരുടെ കാര്യമല്ല, ജീവിക്കുന്നവന്റെ കാര്യമോ. ആമേൻ പറ. സ്വത്രം ആമേൻ പറ. നിഷ്കളങ്ങനെ ജീവിക്കുന്നതിന് കാര്യം സാറേ പറഞ്ഞു. അഭിനയിക്കുന്നതിന്റെ കാര്യമല്ല, ജീവിക്കുന്നതിന്റെ കാര്യമോ. ജീവിക്കുന്നതിനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്വത്രം. 2-ാമത്തെ പദം നേരുള്ളവന്. 112 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുക, നേരുള്ളവന്റെ തലമുറ. നേരുള്ളവന്റെ തലമുറ. സ്തോത്രം. 112 സങ്കീർത്തനം 5-ാം വാക്യം തോന്നുന്നു. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അടുത്ത പദം കേൾക്കണോ? പറ. സ്തോത്രം. ഐശ്വര്യത്തിന്റെ പുറകെ പോകണ്ട, സമ്പത്തിന്റെ പുറകെ പോകണ്ട, വിടുതലിന്റെ പുറകെ പോകണ്ട. നിഷ്കളങ്കനാണോ തമ്പുരാൻ ഇങ്ങ് തരുവന്ന്. ആമേൻ. നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. ജീവിതത്തിൽ നേരുണ്ടാകണം. ജീവിതത്തിൽ നേരുണ്ടാകണം. ആമേൻ. പോയി ജീവിതത്തിൽ എന്തുണ്ടാകണം? തല പോയാലും നേരുണ്ടാകണം. നേരിന് വേണ്ടി നിൽക്കുമ്പോൾ തല പോവായിരിക്കും, സാരമില്ല, നേരെ പറയാവൂ. ചൂടാ റമ തര ജന സികാര. അന്യഭാഷ പറയുന്നവർ നേരെ പറയാവൂ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾ സ്വത്രം പറഞ്ഞില്ലേ പറയാം. അന്യഭാഷ പറയുന്നവർ നേരെ പറയാവൂ. സ്വത്രം. ഇത് പറഞ്ഞിട്ടാ ഇത് പറയുന്നേ. തല പോയാലും നേര് പറഞ്ഞിട്ടായി പ്രസംഗിക്കുന്നേ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ഞാൻ ആ പദത്തിൽ എനിക്ക് ഓടി മാറണ്ട വിശദീകരിക്കാതെ. 1 നിഷ്കളങ്കൻ, 2 നേരുള്ളവൻ, യഹോവ ഭക്തൻ. എന്താ ഭക്തന്റെ പ്രത്യേകത? സദൃശവാക്യം 14 പരിശുദ്ധമ്മ പറയുന്ന ഒരു വാക്കുണ്ട്. 26 വാക്യമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകുമെന്ന്. നീ ഭക്തനാണോ? നിനക്കൊരു ധൈര്യമുണ്ട്. നിന്റെ തലമുറയ്ക്ക് ശരണമുണ്ടാകും. യഹോവ ഭക്തരായി ജീവിച്ച ശരണമുണ്ടാകും. തലമുറകൾ അറിയപ്പെട്ട നിലയിൽ കർത്താവ് കൊണ്ടുനിന്ന ഭക്തിയോടെ ജീവിച്ചോണ്ടല്ലേ, വിളിച്ച ദൈവം വിശ്വസ്തനായോണ്ടല്ലേ ഇന്ന് രാത്രി കർത്താവ് യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും.
മൂന്നാമത്തെ കാര്യം, ഒന്ന് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവൻ. എന്താ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ഇന്ന് രാത്രി അർത്ഥം പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കൈ കൊട്ടും. എന്താ ദോഷം വിട്ടകലെന്ന്? ദൈവരാജ്യത്തിന് ചേരാത്ത, ദൈവകൃപയ്ക്ക് ചേരാത്തത് ആര് പറഞ്ഞാലും ആമേൻ പറഞ്ഞുകൊണ്ട് നിൽക്കാത്തതാ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനായാലും ദൈവകൃപയ്ക്ക് ചേരാത്തത്, ദൈവരാജ്യത്തിന് ചേരാത്തത് പറയുമ്പോൾ ശരിയാ ലില്ലിക്കുട്ടി എന്ന് പറയാതിരിക്കുന്നതാ ദോഷം വിട്ടകലുന്നത്. ദോഷം വിട്ടകല്. ഇത്രയും ജീവിതത്തിൻ്റെ ക്വാളിഫിക്കേഷനുള്ള മനുഷ്യനെ തമ്പുരാനെന്ന് പൊളിക്കാൻ ആൽപ്പിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണമേ. ആ മനുഷ്യൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ടകൽ, ഭക്തനായിരുന്നു. അവ ഭക്തികേടുകൊണ്ടല്ല ദൈവം വേലി പൊളിച്ചത്. ദൈവത്തിനറിയാം നിന്റെ വേലി പൊളിച്ചാലും നീ ക്ഷീണിച്ചു പോത്തില്ലെന്ന്. എല്ലാവരുടെയും വേലി പൊളിക്കാതെ നിന്റെ വേലി പൊളിച്ചതിൻ്റെ കാരണമെന്നറിയാമോ? ദൈവത്തിനറിയാം നീ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ലെന്ന്. അവരുടെ ഇവരുടെ വേലി പൊളിച്ചാൽ അവർ തകർന്നു പോകും. പക്ഷെ നിന്റെ വേലി പൊളിച്ചു കൊടുത്ത് നീ തകരത്തില്ലെന്ന് ദൈവത്തിനറിയാം. അറിയാമെങ്കിലേ ദൈവം പൊളിക്കത്തുള്ളൂ. ഒരു പിശാചും നിന്റെ വേലി പൊളിക്കത്തില്ല. ദൈവം അനുവദിച്ചെങ്കിലേ പൊളിക്കത്തുള്ളൂ. ഇതിനകത്ത് ദൈവം പൊളിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, നീ നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. നീ നിൽക്കുമെന്ന് കർത്താവിനറിയാം. നിന്റെ വേലി പൊളിച്ചു കൊടുത്താലും നീ നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. ഹൈദരാബാദിലെ 2 ഡോക്ടേഴ്സ് ഉണ്ട്. 2 ഡോക്ടേഴ്സ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടി ചെല്ലും പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പാസ്റ്റർ അന്നേരം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പാസ്റ്റർ ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ. എൻ്റെ മനസ്സിനകത്ത് മലയാളി കുശുമ്പ് കയറി, ഡോക്ടേഴ്സിൻ്റെ മക്കളായതുകൊണ്ട് അഹങ്കാരികളായിരിക്കും, അതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ലെന്ന്. 2 ഡോക്ടേഴ്സ്. എൻ്റെ അകത്ത് മലയാളി കുശുമ്പ് കയറി. സ്തോത്രം. ഇവര് സ്തോത്രം ഡോക്ടേഴ്സിൻ്റെ മക്കളായോണ്ടായിരിക്കും ഇങ്ങോട്ട് വരാത്തതെന്ന്. അവസാനം ഡോക്ടർ വന്ന് ബലാത്കാര്യമായ ബെഡ്റൂമിലേക്ക് എന്നെ കൊണ്ട് വലിയ കട്ടില. സ്തോത്രം. ഒരു 6 കാറ് വീതി നീളമുള്ള കട്ടിനകത്ത് 18 വയസ്സുള്ള 13 വയസ്സുള്ള 2 സുഖരായ കുഞ്ഞുങ്ങൾ ഒരുപോലെ കിടക്കുക. അപ്പനല്ലേ, എനിക്കുമുണ്ട് മക്കൾ 2. വാവിട്ട് കരയാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി. കണ്ണുനീര് ഞാൻ എൻ്റെ കർച്ചിഫിനകത്തോട് മാറി തുടയ്ക്കുമ്പോൾ ഡോക്ടർ ചോദിച്ചു വയ്യൊരു ക്രൈ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാൻ പറഞ്ഞു കിടപ്പ് കണ്ടോണം. അന്നേരം പറഞ്ഞു ഈ കിടപ്പിന് നിങ്ങൾ കരയുന്നെങ്കിൽ ഞങ്ങൾ കരയത്തില്ലെന്ന്. എന്നിട്ട് പറഞ്ഞു 60 ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്, അവർക്ക് ആർക്കെങ്കിലും ഇവരെ കൊടുത്തായിരുന്നെങ്കിൽ ഇവരേതെങ്കിലും ഓഫണേജ് കണ്ടേനെന്ന്. ഇന്ന് രാത്രി പറയുന്ന പദം എന്നെ കുലുക്കി. കേൾക്കണോ? അവർ പറഞ്ഞു ഈ കുഞ്ഞുങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അടുത്ത ഓഫണേജ് കണ്ടേനെ. ഇത് ഞങ്ങൾക്ക് തന്നതിൻ്റെ കാരണം ഞങ്ങൾ ഇവരെ വളർത്തുമെന്ന് ദൈവത്തിന് അറിയാമെന്ന്. അതിനാ രാത്രി പറഞ്ഞത് നിന്റെ വേലി പൊളിച്ച ഒരു കാര്യം ഉറപ്പാ, നീ തകരത്തില്ലെന്ന് ദൈവത്തിനറിയാം, നീ ഉടയത്തില്ലെന്ന് ദൈവത്തിനറിയാം, നീ വീണ് പോകത്തില്ലെന്ന് ദൈവത്തിനറിയാം. ഇന്ന് രാത്രി ആമേൻ പറ. മറ്റാർക്കുമില്ലാത്ത പ്രതികൂലത്തിൽ കൂടെ നീ പോകുന്നുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി കൂടെ നീ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നീ നിൽക്കുമെന്ന് നിന്നേക്കാൾ കൂടുതൽ നിന്റെ ദൈവത്തിനറിയാം. സ്വർഗോന്നതങ്ങളിൽ കയറി ചെല്ലാൻ ഇന്ന് രാത്രി ഉറപ്പിൻ്റെ വചനം കൂടെ പറയാം. സ്വർഗോന്നതങ്ങളിൽ കയറി ചെല്ലാൻ പെർമിഷനുള്ള പിശാചിന് പാവപ്പെട്ടവൻ്റെ കൂടാരത്തിനകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പേടിപ്പിക്കുന്ന പ്രവാചകന്മാർ വന്ന് അവിടെ കെട്ടി ഇവിടെ കെട്ടി മൊത്തം കെട്ടി ചുറ്റിക്കെട്ടി വട്ടം കെട്ടി എന്ന് പറയുമ്പോൾ കൈ അടിച്ച് ചുമ്മാതെ ബഹളം ഉണ്ടാക്കരുതെന്ന്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കൈ കൊട്ടിയാൽ പൊട്ടാത്തൊരു കെട്ടുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം. ഒരു പാളയത്തിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ അയ്യോ എന്ന് വിളിക്കുമ്പോൾ കുറച്ച് കൊച്ചു കൂടാരങ്ങൾക്കകത്ത് ആർപ്പ് വിളി. ഇന്ന് രാത്രി മിസ്രൈമിൻ്റെ പാളയത്തിൽ കൊട്ടാരം മുതൽ കുടിൽ വരെ അയ്യോ എന്ന് വിളിക്കുമ്പോൾ കയ്യിൽ വടിപിടിച്ചുകൊണ്ട് കയ്പ് ചീരയോടുകൂടെ സ്തോത്രം ചുട്ട ആട്ടർത്തി എന്ന് ഒരു പറ്റം ദൈവമക്കളുടെ വായിൽ ആർപ്പിൻ്റെ കാര്യം എന്നറിയാമോ? ഈ മാസം 1-ാം മാസം 14-ാം തീയതി അർദ്ധരാത്രിക്ക് അറുക്കപ്പെട്ട ആട്ടുംകുട്ടിയുടെ രക്തമെടുത്ത് കട്ടളക്കാൽ മേലും കുറുമ്പടി മേലും പുരട്ടി കയ്യിൽ വടിപിടിച്ച് സ്തോത്രം പറഞ്ഞ ജനമാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം ചെയ്യുന്നു. നിഴലാകുന്ന ആട്ടുംകുട്ടിയുടെ രക്തത്തിനകത്ത് മറയപ്പെട്ടപ്പോൾ സംഹാരകൻ വഴിമാറിയെങ്കിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിനകത്ത് മറയ്ക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി നിന്റെ വായിലെ ശക്തി ഉണ്ടോ? നിന്റെ വായിലെ ബലമുണ്ടോ? ഇന്ന് രാത്രി അകത്തുനിന്ന് സ്തോത്രത്തോടെ പറ. എടാ, കേവല ചത്തുപോകുന്ന നിഴലായ ഒരാട്ട
ആട്ടിൻകുട്ടിയുടെ രക്തത്തിനകത്ത് മറക്കപ്പെട്ടപ്പോ സംഹാരകൻ വഴിമാറിയെങ്കിൽ ആമേന്റെ രക്തത്തെക്കാൾ ഇന്ന് രാത്രി ആ ശക്തി ഇവിടെ വ്യാപരിക്കണം. ആമേന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം, ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കട്ടെ. ദുർഭൂതങ്ങൾ അടങ്ങുന്ന തിരമാലകൾ അടങ്ങുന്ന അന്ധകാര ശക്തികൾ തകരുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ അഞ്ചാമത്തെ പകൽ ഈ ഹോളും നിറയട്ടെ. വാതുറന്ന് പറഞ്ഞ രക്തജയം, രക്തജയം. ആമേ ഇന്ന് രാത്രി അത്ര പേർക്ക് പറയാൻ കഴിയും യേശുവിന്റെ രക്തജയം. ഇത് ബ്ലഡ് ഓഫ് ജീസസ്. സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, കഴുകുന്ന ആ രക്തത്തിന്റെ ശക്തി ഈ രാത്രി സൗഖ്യമായി വിടുതലായി ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ. ആ രക്തത്തിന്റെ ശക്തി നിന്റെ ശരീരത്തെ തൊടുന്നു. സൗഖ്യങ്ങൾ നടക്കുന്നു, വിടുതലുകൾ കൈമാറുന്നു. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. പറയാൻ വാ തുറക്കുന്ന ദൈവമേ ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ രക്തം ക്ഷയം, കാൽവറി രക്തം ക്ഷയം. In the blood of Jesus. ഒരു കാഴ്ചക്കാരായിരുന്നിട്ട് പോകുന്ന രാത്രി അല്ല ഇത്. ഒരു കാഴ്ചക്കാരിരുന്നിട്ട് പോകുന്ന രാത്രിയല്ല. ആമെ പ്രസംഗം കുറിച്ചിട്ട് പോകുന്ന രാത്രിയല്ല. അക്ഷരിക വിടുതൽ വ്യാപരിക്കുന്ന രാത്രിയാ. പാതാള ഗോപുരങ്ങൾ മുട്ടുമടക്കുന്ന, അന്ധകാര ശക്തികൾ മുട്ടുമടക്കുന്ന, മന്ത്രവാദങ്ങൾ മുട്ടുമടക്കുന്ന, ആഭിചാരങ്ങൾ മുട്ടുമടക്കുന്ന, ദുർമന്ത്രവാദികൾ മുട്ടുമടക്കുന്ന യേശുവിന്റെ പുണ്യാകത്തിന്റെ രക്തം, യേശുവിന്റെ പുണ്യാക രക്തം ഇന്ന് രാത്രി തിരുവനന്തപുരം പട്ടണത്തെ പിടിച്ചടക്കുന്ന ദേശത്തിന്റെ ആധിപത്യ ശക്തികളെ ഇന്ന് രാത്രി പിടിച്ചടക്കുന്ന ഒരു ആത്മനിയോഗത്തിന്റെ അഭിഷേകം. അകത്ത് തീ കത്തുന്ന ഒരു ആരാധന. രക്തം ക്ഷയം, രക്തം ക്ഷയം. ചിലരുടെ മേൽ തീ കത്തുന്നു, ചിലരുടെ മേൽ തീ കത്തുന്നു. പിടിച്ചു നിർത്താൻ കഴിയാത്ത അഭിഷേകം ചില ആന്റിമാരുടെ മേൽ, ചില കുഞ്ഞുങ്ങളുടെ മേൽ, ചില അഭിഷക്തന്മാരുടെ മേൽ ഈ രാത്രി ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. ആമേ ഇന്ന് രാത്രി ലജ്ജിക്കല്ലേ, ലജ്ജിക്കല്ലേ, ലജ്ജിക്കല്ലേ. ഈ രാത്രി തൊടുന്ന രാത്രിയാ, യേശു തൊടുന്ന രാത്രിയാ. ഈ രാത്രി യേശു തൊടുന്ന രാത്രിയാ. ചിലത് ഇന്ന് രാത്രി അഴിയുകയാ, ചിലത് ഇന്ന് രാത്രി അഴിയുകയാ. Come on, come on, come on, come on, come on. Hatabo shakala dara tigaragada. Adagabara dala hudagadaga. Adagara dalaga turadagada. Adaga ragada jagana turada rada rapa. Ha, jalad adivaya. Kadukattugal adivaya. Porigal adivaya. Ti 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 ti. Rebiga bara huda bara turibiga. Appa pauda jaga saidana. Front row irikkunna kunningal ശക്തിയോടെ കൈയടി ചാരാളിച്ചേ. നിങ്ങൾ കരമടിക്കുന്ന ശബ്ദം പുറത്തു വരട്ടെ. Oh, Rabba, Tamada, Tanaja, Ragada, Udaga, Ragadaga, Taganaga, Turidaga, Hata Shaidala, Bauda, Ragadaga, Adaga, Tagana, Tuda, Shaidala, Amdala, Bauda, Ragadaga, Taganaga, Adaga, Taganaga, Tudaga, Ramdala, Hatta Shaidala, Bauda, Ragadaga, Huda, Shaida, Ragadal Kara, Huda Baranda, Paida Dana, Tuda Kara, Huda Bauda, Iga Shaide, Adaga, Tagana, Pigal Karaga. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ ദേശത്ത് നിന്നെ ഞെരുക്കുന്ന ചില ശക്തികൾ ഈ രാത്രി പഞ്ചവച്ച് മടങ്ങാൻ പോകുക. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ലഭിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഈ രാത്രി ഇവിടെ പകരപ്പെടുകയോ. ചില അഭിഷക്തന്മാരുടെ മേൽ അളവിന് മീതെ, അളവിന് മീതെ, അളവിന് മീതെ, അളവിന് മീതെ. രാജ കൈതല ബൗഡ റിഖാരാദ വൈഡാമാനെ ഊടവരന്തെ സഗാദാര റിഗവരരംദല വൈഡവരത്തെ ശീതൽശാരെ ഉടകാരകന റിഗവരന്തെ വൈഡശാരെ ഈഗൽഖാരെ അടകാതകനക ഊടവരംദല ഊടവരപ്പല ശൈതല ജഗരക ഉടവരദഗരക വടകാജാന ശൈതല രഗവല ഉടവര ജഗരക ഈഗ ശൈത ചില ആന്റിമാർ അടക മനക രഗത ലേജ സൈതൽ കവരക നത്തല വർത്തല വൈഡവ രാജല
അടകമ്പാന വൈഡ കടക ശബ്ദൽ പ്രൗഢവ രത്തല വർത്തല വൈഡവ രാധിക രേജല അത്തുര വർത്ത സൈതവ രാധ രേതി കടക അത്തുര വർത്ത സൈതൽ കവര ചേര സൈതൽ കവരം ചാരം തേരം ചാര കടകം ചാര സൈതം ചാർ അത്തൽ കടക സൈതകര് അത്തുര വർത്തല മൗഢവര് അത്തല ജാത സൈതവര് അത്തൽ കടക ശബ്ദലവേ അത്തുര ജാതിക രഗതകര് അത്തൽ കടക സൈതവ രാധല ഹോ പൂരാ ചാര വൈശ മാന ധാര ചാര സൈത അത്തുൽ കടക സൈതവരാധല വൈശവരാധല അത്തുര വർത്തല മൗഢവരച്ചല വർത്തല മൗഢവരത്തല വർത്തല വൈഢവരാജക തുരവർത്തല മൗഢവരത്തല വൈശകരാധി തുരവർത്ത സൈതവലേധിക രച്ചല വിരകട ഓ തിരീവ ഷൈഡൽ കവര സൈതൽ കാര ത്വചാര കടക സേ അത്തുൽ കവര ഷൈഡക രാധന ധീരക രാജല ഉടക മണയ രഗദ രവജ രേദ കവര ചകരത്ത അത്തുല ഗത്തല വൈശവരത്തല വർത്തല മൗഢവ ഓ രക്ത ജയം രക്ത ജയം രക്ത ജയം ഉടമാന ഹംദ രഗജ രേദ സൈതൽ കടക ചാരക ഡത്തല വർത്തല അത്തുര വർത്ത സൈതവ രാജക ലത്തല വേദി മുടക രഗദ രേവ ഷൈഡേ രേദൽ കവര സൈതകരേ തുലവർത്തൽ പ്രൗഢവരാ അത്തലഗച്ച സൈതകരേ അത്തൽ കടക ശബ്ദലരേ ദൈവശക്തി 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 ഹൂഡമാന ഹംദ സാര തേര ചേര കടക സൈതേ അർത്തുര വർത്തല വൗശവൻ അംതല വർത്തല മൗഢവരാത്തല ഹർത്തെ ഭീമൽ കമന സൈതക രാധിക രച്ചൽ പ്രൗഢ അർത്തുര വർത്ത സൈതവരാധേ രേദൽ കമന സൈതകരേ ഓ തിരീവ സേദൽ കമനം അത്തുൽ കടകം ഛാനം തേ തു രാജ സൈതൽ കേ തിരീവ ഷൈഡൽ പ്രേ അധോരി കടക സേ ഉടാ രാവാ രത്തലരാ അർത്തല കടക സൈതവരേ അംതല രാധിക രഗജകരേ അർത്തല വർത്തല മൗഢവരാ അർത്തല രാധിക രഗജകരേ അംതല രാധിക അത്തൽ കടക ശൈഡകരേ അത്തുല വർത്തല മൗഢവരാജ ആത്മാവിന്റെ വിടുതൽ വ്യാപരിക്കുക സൗഖ്യങ്ങൾ നടക്കുക അത്ഭുതങ്ങൾ കൈമാറുക Jesus. Hallelujah. Hallelujah. സ്വത്രം ദുർഭൂതങ്ങളൊക്കെ അലറി വരുമ്പോൾ അഘോരി വിഭാഗത്തിൽപ്പെട്ട ശവന്തിന്യങ്ങളൊക്കെ ഭൂതമൊക്കെ ഇളകി നിൽക്കുമ്പോൾ സ്വത്രം ആന്ധ്രയിൽ ലോങ്കോളുന്ന സ്ഥലത്ത് ശവന്തിന് 6 മാസം ഒരിക്കൽ പോയി ശവന്തിനൊരു ഭൂതം പുറകെ കെട്ടിയിട്ടേക്കുക പുറകെ കെട്ടി 2 ഭയങ്കര പ്ലാസ്റ്റിക് കയറിട്ട് കെട്ടിയിട്ടേക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു പിടി പിടിച്ചപ്പോൾ അത് 2 കത്രിക പൊട്ടുന്ന പൊട്ടി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആന്ധ്രയിൽ ഗോങ്കോളിൽ 25 വർഷമായി പെയ്യാത്ത മഴ പെയ്തു. ഞാൻ പ്രസംഗിച്ച സ്റ്റേജ് അടിച്ചിളക്കൊണ്ട് പോയി. ആമേ ഇത് കേട്ടപ്പോൾ ഞാൻ യേശുവിൻ്റെ രക്തം പറയുമ്പോൾ ഈ ദുർഭൂത ശക്തി പറയും അത് മാത്രം പറയല്ലേ എന്ന്. നമുക്കതിൻ്റെ പവർ അറിയത്തില്ല. ഇന്ന് രാത്രി ആമേ വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും അന്യഭാഷ പറയാൻ പറ്റിയില്ലെങ്കിലും രാത്രി 10 രക്തത്താൽ ജയം പറഞ്ഞ് കിടക്ക്. നമ്മുടെ പിതാക്കന്മാർ പണ്ട് പറയുമായിരുന്നു യോഗത്തിന് വരുമ്പോൾ രക്തത്താൽ ജയം രക്തത്താൽ ജയം രക്തത്താൽ ജയം. ഇന്ന് രാത്രി ശക്തി വ്യാപരിക്കുന്നു മോളെ, ശക്തി വ്യാപരിക്കുന്നു. നിന്റെ മേലൊരു അത്യന്ത ശക്തി വ്യാപരിക്കുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു സാധാ യോഗമല്ല. ഹല്ലേലൂയ. എന്തെങ്കിലും കുറിപ്പടി പ്രസംഗിച്ചിട്ട് പോകാമെന്ന യോഗമല്ല. ഈ യോഗം ദൈവാത്മാവിന്റെ നിയോഗത്തിന്റെ യോഗമായത്. ഇത് കൈയടിപ്പിച്ചിട്ട് പോകുന്ന യോഗമല്ല. എടാ ഇന്ന് രാത്രി ഒരു തീ ഇറങ്ങണം നിന്റെ മേൽ. അഭിഷേകത്തിന് തീ ഇറങ്ങും ഈ രാത്രി. ഒരു അസാധാരണ തീയ. ദൈവം വേലി പൊളിച്ചു കൊടുത്തു. ഒരു ദിവസം നോക്കുമ്പം ചീട്ട് കൊട്ടാരം പോകുന്ന പോലെ 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതിയും ഒറ്റ ദിവസം കൊണ്ട് പോയി. എൻ്റെ പ്രസംഗ ഭാഷ പറഞ്ഞ ഞൊടിക്കുന്നതിന് മുമ്പ് പോയി. അപ്പം താഴ്ചയിലോട്ട് നോക്കാതെ ഉയരത്തിലോട്ട് നോക്കി. ആമൻ നശിക്കുന്നതിലോട്ട് നോട്ടം വിട്ടിട്ട് ഉയരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെന്ന്. അത് പറയാൻ യോബിന് ചങ്കൂറ്റം ഉണ്ടെന്ന് മനസ്സിലായി പിശാചിന്. 10 പിള്ളേരെ ഒന്നിച്ച് ശവപ്പെട്ടിക്കത്ത് മുമ്പിൽ നിർത്തിയപ്പോൾ ചങ്ക് പറയ്ക്കാതെ പറഞ്ഞു കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്.
കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ സി എസ് മാത്യു സാറ് 8 മക്കളെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അടക്കിയിട്ട് വന്നപ്പോൾ പിശാച് വിചാരിച്ച് തോറ്റുപോയെന്ന്. 8ാമത്തെ ഏറ്റവും ഇളയ കുഞ്ഞിനെ അടക്കിയിട്ട് വന്നിട്ട് ഉമ്മറപ്പടിയെ കൈകുത്തിയിരിക്കുമ്പോൾ ഭക്തന്റെ അകത്തോട്ടൊരു വരി വന്നു, സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ വെള്ളത്തിൻ കൂവിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയിൽ, ഓ വെള്ളത്തിൻ കൂവിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകയിൽ, സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാര് ആരിക്കുമോ വത്സലാം, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല. ഒടുവിൽ നമുക്കൊരു പാട്ട് പാടി ആരാധിക്കണം. നമുക്കൊന്ന് ആരാധിക്കണം. ഞാൻ 11 പറഞ്ഞോട്ടെ. മക്കളെല്ലാം കൂടെ അടക്കി കഴിഞ്ഞ് പോയപ്പോൾ ഹോവ തന്നു, ഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്, ഇല്ലയോ? നമുക്ക് മറ്റുള്ളവരുടെ ഫ്യൂണൽ സർവീസിൽ അനുശോചനം പറയാൻ എളുപ്പമോ? മറ്റുള്ളവരുടെ ഫ്യൂണൽ സർവീസിൽ അനുശോചനം പറയാൻ എളുപ്പമോ? സ്വന്തമായിട്ടൊന്ന് വരണം. ലോകരാജ്യങ്ങൾ മുഴുവനും പ്രസംഗിച്ച് നടന്ന എൻ്റെ മൈക്രോഫോൺ വിറച്ചത് എൻ്റെ അപ്പൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണ്. 100 കണക്കിന് ശവടക്കിന് 100 കണക്കിന് ഫ്യൂണൽ സർവീസിൽ ദൈവത്തിൻ്റെ വചനം ഗംഭീരമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഗംഭീരമായി ഇരിക്കുന്ന മർത്തോമക്കാരും കത്തോലിക്ക ജനങ്ങളും ഒന്ന് കൈ തന്നിട്ടുണ്ട് മരണത്തിൽ പ്രസംഗിച്ചപ്പോൾ. പക്ഷേ എൻ്റെ അപ്പൻ്റെ ഭൗതിക ശരീരത്തിലും എൻ്റെ കൈ ഒന്ന് വിറച്ചു, എൻ്റെ മൈക്രോഫോൺ ഇങ്ങനെ കിടന്ന് വിറച്ചു, അടുത്തൊരു വാക്ക് വരാതെ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനവൻ്റേത് വരണം. അന്നേ അതിൻ്റെ ഭാരമറിയത്തുള്ളൂ. 10 ഒന്നിച്ചടക്കിയപ്പോൾ തമ്പുരാൻ തന്നു, തമ്പുരാൻ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന്. എന്നിട്ട് കളങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ദേഹത്തൂടെ തട്ടി തല മുതൽ പാദം വരെ വല്ലാത്ത പരിക്കളാൽ ബാധിക്കപ്പെട്ടപ്പോൾ എല്ലാവരും മാറാൻ തുടങ്ങി. ലോകത്തിലെ സകല ആളുകളും മാറാൻ തുടങ്ങി. സ്നേഹിതന്മാർ 4 മാറാൻ തുടങ്ങി. അവരൊക്കെ മാറിയപ്പോഴും യോബിൻ്റെ ഭാര്യ MRI സ്കാൻ ചെയ്തു. ജീസസ് അവിടെ ഇന്ന് രാത്രി കയറി പോകാൻ പറ്റുന്നത്. യോബിൻ്റെ ഭാര്യ MRI സ്കാൻ ചെയ്തു. 7000 പോയിട്ടും 3000 പോയിട്ടും 500 പോയിട്ടും അല്ല 10 മക്കൾ പോയിട്ടും ശരീരം പോയിട്ടും എന്താ യോബേ ഇത്ര ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുന്നേ? യോബ് പറഞ്ഞു, എടി പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കാതെ ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും കൂടെ പ്രാപിക്കണ്ടായോ? പക്ഷേ യോബിൻ്റെ ഭാര്യയ്ക്ക് MRI സ്കാനിങ്ങിന് റിസൾട്ട് കിട്ടിയ റിസൾട്ട് ഇങ്ങനെ: ഭക്തിയെ നീ മുറുകെ പിടിച്ചിരിക്കുന്ന കാലത്തോളം നീ വിശ്വാസത്തിൽ ക്ഷീണിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കണമോ? ഭക്തിയെ മുറുകെ പിടിക്ക്, പ്രത്യാശയെ മുറുകെ പിടിക്ക്, ദൈവകൃപയെ മുറുകെ പിടിക്ക്, ആത്മാവിനെ മുറുകെ പിടിക്ക്, നിന്റെ മേൽ വീണ അഭിഷേകത്തെ മുറുകെ പിടിക്ക്. നീ തോറ്റുപോകത്തില്ലെന്ന്. ജീസസ് ഞാൻ വേഗം ഒന്ന് തൊട്ടടിക്കുക. വാഗ്ദത്തത എവിടെങ്കിലും തൊടണം. അതുകൊണ്ട് ഈ ടൈമിലെ പ്രസംഗത്തിലെ വാഗ്ദത്തത എവിടെങ്കിലും തൊടണം. അതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാം. ജീവിതത്തിൽ എല്ലാവരും മാറിപ്പോയി, വല്ലാത്ത പരിക്കളാൽ ബാധിക്കപ്പെട്ടു. എൻ്റെ പ്രസംഗ ഭാഷ ഞാൻ പറയാം: ഉടഞ്ഞ ശരീരവും ഉടഞ്ഞൊരു ഓട്ട് കഷ്ണവും, ഉടഞ്ഞ ഒരു ശരീരവും ഉടഞ്ഞൊരു ഓട്ട് കഷ്ണവും. അതിന് ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ആൻറ്റിയെ സ്തോത്രം, ജീവിതത്തിൻ്റെ പരിക്കൾ വല്ലാതെ ചൊറിയുമ്പോൾ വാരിയിട്ട് ആശ്വസിപ്പിക്കുന്നത് ചാരമാണ്. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞത്, ചാരം പുതയ്ക്കാൻ ഞാൻ കൊതിക്കുന്നെന്ന്. ചാരം പുതയ്ക്കാൻ, ജീവിതത്തിൻ്റെ വേദനയ്ക്ക് മുമ്പിൽ, ചൊറിച്ചിന് മുമ്പിൽ നീറ്റൽ മാറാൻ വേണ്ടി ചാരം പുതയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യോബ് 3 പദം പറഞ്ഞു. 3 പദം ഞങ്ങളെ 3 വാക്യം. 3 വാക്യം യോബ് ബലപ്പെട്ട് നിന്ന 3 വാക്യങ്ങൾ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കാൻ 3 ബലപ്പെട്ട വാക്യങ്ങൾ യോബ് പറഞ്ഞു. 1:13-15 വായിച്ചോന്റെ അവൻ്റെ പുസ്തകം 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. തീർന്നില്ല, എൻ്റെ
നടപ്പ് ഞാൻ അവൻ്റെ മുമ്പാകെ തെളിയിക്കും. എൻ്റെ നടപ്പ് ഞാൻ അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ഇന്നൊരു കർത്താവിൻ്റെ ദാസൻ യോ പറയാ, എനിക്ക് തെളിയിക്കാനുള്ളത് ഭാര്യയുടെ മുമ്പിലല്ല, എനിക്ക് തെളിയിക്കാനുള്ളത് ലോകത്തിൻ്റെ മുമ്പിലല്ല, എനിക്ക് തെളിയിക്കാനുള്ളത് എൻ്റെ 4 സ്നേഹിതന്മാരുടെ മുമ്പിലല്ല, എനിക്ക് തെളിയിക്കാനുള്ളത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുമ്പിലാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുമ്പിലാണ്. ഇന്ന് പകൽ ലോകം മുഴുവനും നിനക്ക് വിരോധമായാലും, ലോകം മുഴുവൻ നിനക്ക് ശത്രുത്വമായാലും, നിന്റെ അകത്ത് പ്രത്യാശയുണ്ടോ, നിന്റെ അകത്ത് ധൈര്യമുണ്ടോ? അവരുടെ ആരുടെ മുമ്പിൽ തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ലടാ. കരമുയർത്തി പറ, തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മനസാക്ഷിക്ക് കുത്തില്ലാത്ത കാലത്തോളം, നിന്റെ മനസാക്ഷിക്ക് ആക്ഷേപമില്ലാത്ത കാലത്തോളം, ആരൊക്കെ നിനക്കെതിരെ നിന്നാലും മനസാക്ഷിക്ക് കുത്തില്ലെങ്കിൽ പറയത്ത കാര്യം ഇന്ന് രാത്രി മനസാക്ഷിക്ക് കുത്തില്ലെങ്കിൽ ഒരുത്തന്റെ മുമ്പിൽ തല കുനിക്കരുത്. എന്റെ സാറെ മനസാക്ഷി അനുവദിക്കുന്നെങ്കിൽ ഒരുത്തന്റെ മുമ്പിൽ തല കുനിക്കരുത്. ജീസസ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ മനസാക്ഷി ചങ്കിടിച്ചില്ലെങ്കിൽ ഒരുത്തന്റെ മുമ്പിലും തല കുനിക്കരുത്. ആയിരക്കണക്കിന് അപവാദങ്ങൾ പറഞ്ഞാലും ഒരു തുണ്ട് തുണിക്കകത്ത് മാനത്തിന്റെ വില പറഞ്ഞ്, ഒരു തുണ്ട് തുണിക്കകത്ത് മാനത്തിന്റെ വില പറഞ്ഞ് കഴുത്തെ പിടിച്ച് ഇരുണ്ട കാരാഗ്രഹത്തോട് തള്ളിയപ്പോഴും പ്രവചനം നിന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഇരുണ്ട കാരാഗ്രഹത്തിനകത്തോട്ട് കഴുത്തെ പിടിച്ച് തള്ളുമ്പോഴും പ്രവചനം നിന്നില്ല. ഇരുണ്ട കാരാഗ്രഹത്തിനകത്തൊരു പ്രവചനം പ്രവചിച്ചു. പാനപാത്രവാഹകൻ തട്ടിപ്പോകും, അപ്പക്കാരന്റെ പ്രമാണി തട്ടിപ്പോകും, പാനപാത്രവാഹകൻ കൊട്ടാരത്തിൽ വരുമെന്ന് എന്നാ യോസഫെ പ്രവചിച്ചേ? യോസഫ് പറഞ്ഞ മനസാക്ഷിക്ക് നല്ല ഉറപ്പാണ്. ഇന്ന് രാത്രി ഞാൻ പറയാ, പൊത്തിപ്പേറിന്റെ ഭാര്യക്കോ സഹോദരന്മാർക്കോ അറിയാത്തൊരു മർമ്മം ബൈബിൾ എഴുതി വെച്ചു. കാരാഗ്രഹത്തിലും കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. പുറത്ത് കമന്റിന്റെ ബഹളമാണ്. പക്ഷെ ബൈബിള് പറയുന്നു കാരാഗ്രഹത്തിലും ദൈവം കൂടെ ഇരിക്കുന്നെന്ന്. ഇന്ന് രാത്രി അതാ ഉറപ്പ്. ഇന്ന് രാത്രി എന്റെ സാറെ കാരാഗ്രഹത്തിലും ദൈവം കൂടെ ഉണ്ടെന്ന്, പ്രതികൂലത്തിലും ദൈവം കൂടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രി അതല്ലേ നീ ജയിക്കാനുള്ളത്. ഈ രാത്രി പ്രതിസന്ധിയിലോ ദൈവം നിന്റെ കൂടെ. സ്വത്രം പറയാൻ പറ്റും. യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപവാദത്തിന്റെ കാരാഗ്രഹത്തിൽ കർത്താവ് കൂടെ നിൽക്കുമെന്ന്. സാറേ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. അപവാദത്തിന്റെ കാരാഗ്രഹത്തിലും കർത്താവ് കൂടെ അങ്ങ് നിൽക്കുവാണ്. അതൊരു വണ്ടർഫുൾ അല്ലേ? ഞാൻ ആ വചനത്ത് ഭയങ്കരമായിട്ടേ അതല്ലേ നമ്മൾ നിന്നുപോയത്. ജീസസ്. രണ്ടാമത്തെ പദം ഞാൻ വേഗം പറയാം. രണ്ടാമത്തെ പദം കുറച്ചുകൂടെ ബലവാ. രണ്ടാമത്തെ പദം കുറച്ചുകൂടെ ശ്രദ്ധേവാ. വേദന കൂടിയപ്പോൾ വെളിപ്പാട് കൂടി. ഞാൻ വിശദീകരിക്കാതെ ഓടിപ്പോകാൻ പോവാ. വേദന കൂടിയപ്പോൾ വെളിപ്പാട് കുറച്ചുകൂടെ കൂടി. ആ വെളിപ്പാട് കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ്, ഡീപ്പാ, ഡെത്ത. ആ വെളിപ്പാട് 14:15. യോബിന്റെ പുസ്തകം 14:7, ജോബിന്റെ പുസ്തകം 14:7. വെളിപ്പാടിന്റെ ശ്രേഷ്ഠത നോക്കണം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കയില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ ഇതിൽ കൂടെ ഒരു എന്തു പ്രത്യാശ പറയണ്ടേ? ജീവിതത്തിന് എല്ലാം തകർന്നു പോയപ്പോൾ ഭക്തൻ പറയാ, സാറേ ഭക്തൻ പറയുക, എടാ ജീവൻ മാത്രമുള്ള വൃക്ഷത്തിന് പ്രത്യാശ ഉണ്ടെങ്കിൽ ജീവനും ആത്മാവുള്ള നമുക്കൊച്ചാ ഇത് രാത്രി പറയാച്ചാമേ. ഹല്ലേലൂയ. ഭക്തൻ പറയാ, എടാ ഒരു വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, വെട്ടിയാലും അർത്ഥം ഇത്രയേ ഉള്ളൂ, ഭൂമി കാണാൻ കുറ്റിയില്ലെങ്കിലും വെള്ളത്തിന്റെ ഗന്ധം വലിച്ചെടുക്കാൻ. ഞാനൊരു ദൂത് പറയാ, എടാ വെള്ളത്തിന്റെ ഗന്ധം വലിച്ചെടുക്കാൻ ഒരു ശേഷിപ്പ് പൊട്ടിക്കിളിർപ്പുണ്ടാക്കുമെങ്കിൽ വെള്ളം വലിച്ചെടുത്താലോ. ഏതായി വെള്ളം? ഈ വെള്ളം പരിശുദ്ധാത്മാവാ. ഇന്ന് രാത്രി ചില ഉണങ്ങിയ മണ്ഡലത്തിലേക്ക് ആമേൻ. ഇന്ന് രാത്രി ഒരു ആത്മമണ്ഡലം തുറക്കുന്ന ദൂത് ഞാൻ പറയാം. ഉണങ്ങിയ മണ്ഡലത്തിലേക്ക് ഒരു വെള്ളത്തിന്റെ ഗന്ധം ചെല്ലുമ്പോ ഇത്രയും പൊട്ടിക്കിളിക്കുമെങ്കിൽ ആ വെള്ളം ഒഴുകിയാലോ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകിയാലോ. ചില പരാജയപ്പെട്ട മണ്ഡലങ്ങളിലേക്ക്, ചില തോറ്റ മണ്ഡലങ്ങളിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നദി. വെട്ടിയാലും കുറ്റി മണ്ണി പഴകിപ്പോയാലും
വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുമ്പോൾ അത് പൊട്ടിക്കിളിക്കുന്ന. ഞാൻ അന്നേരം ഓർക്കട്ടെ, ഗന്ധം ആ മണം മാത്രം അടിക്കുമ്പോൾ പൊട്ടിക്കിളിപ്പുണ്ടാകുമെങ്കിൽ ഈ രാത്രി അത് ഒഴുകിയാലോ, ദൂത് കേൾക്കണമെന്ന് രാത്രി. ചിലതൊക്കെ പൊട്ടിക്കിളിക്കുമെന്ന്, ചിലതൊക്കെ തളിരെ വരുമെന്ന്. ആ ഭാഗത്ത് ഞാൻ ഓടിയത് മാറാം. മൂന്നാമത്തെ ദൂത് കുറച്ചുകൂടെ ഗൗരവമാണ്. മൂന്നാമത്തെ ദൂത് 19-25 മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ച യോബ് സ്വർഗത്തിലേക്ക് തല ഉയർത്തി. 19-25 25 വരുമ്പോ 19 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ എവിടെ പോകും എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിലേക്ക് തല ഉയർത്തിയപ്പോ പറയാ, എന്റെ വാക്ക് ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതുവീൻ. എന്താ എഴുതുന്നറിയാമോ? ഐ നോ ദാറ്റ് മൈ റിഡീമർ ലീവ് ഇറ്റ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പറഞ്ഞു, ഞാൻ ഒരു 5-6 മിനിറ്റ് കൂടെ പ്രസംഗിച്ചിട്ട് ഒരു ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ പോകുക. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി നിന്റെ പ്രതീക്ഷ മരിച്ചു കാണും, നിന്റെ പ്രതീക്ഷ അസ്തമിച്ചു കാണും. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറ, ഐ നോ ദാറ്റ് മൈ റിഡീമർ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എന്റെ ഇന്ന് രാത്രി ശബ്ദമുയർത്താൻ കഴിയുന്ന അഭിഷക്തന്മാരുണ്ടെങ്കിൽ ഈ 5ാമത്തെ രാത്രി മുതൽ ആത്മാവിന്റെ അണപൊട്ടുന്ന ഒരഭിഷേകം പാളയത്തിനാണ് തൊഴിയട്ടെ. ശബ്ദം ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്ത. പിതാക്കന്മാർ അഭിഷക്തന്മാരിലേക്ക് ഒരു സാന്നിധ്യം കൈമാറുന്നു. അടുത്തൊരു ശുശ്രൂഷയുടെ നിയോഗത്തിന്റെ പുതപ്പും കൊണ്ട് ഈ രാത്രി പോകാവൂ. ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ കൈയടിക്കാൻ കഴിയുന്ന എല്ലാ അഭിഷക്തന്മാരും സഹോദരന്മാരും കുഞ്ഞുങ്ങളും ഈ രാത്രി പറ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പറഞ്ഞോ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എന്റെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. കത്തിപ്പിടിക്കട്ടെ അങ്ങോട്ട്. സ്തോത്രം. ഇത് ഭക്തം പറയാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നെന്ന്. ഈ അധ്യായം കഴിഞ്ഞു. 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യത്തിൽ ഒരു പ്രവചനം പറയുക. 37-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രവചനം പറയുന്നു. സങ്കീർത്തനം യോബിന്റെ പുസ്തകം 37-21 ഒരു പ്രവചനം പറയാ. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചങ്ങൾ ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും ഒരു കാറ്റ് കടക്കും അതിനെ തെളിവാക്കാൻ. ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കളോട് ഈ വചനം പറഞ്ഞ് പ്രവചിക്കാൻ പോവുക. നിനക്ക് വേണ്ടി ഒരു കാറ്റ് കടക്കും. ദുഷ്ടപിശാചേ, കാറ്റെന്ന് കേൾക്കുമ്പോൾ നീ സന്തോഷിക്കും. പക്ഷെ നീ സന്തോഷിച്ച അതേ കാറ്റിനെ തിരിച്ചടിപ്പിച്ച് ദൈവം ചിലതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. കാറ്റടിപ്പിച്ച് എല്ലാം കൊണ്ടുപോയില്ലേ? ദൈവം പറഞ്ഞു, യോബേ, അതേ കാറ്റ് നിനക്ക് വേണ്ടി ഞാൻ അടിപ്പിക്കും. അത് തകർക്കുന്ന കാറ്റല്ല, അത് ഉടയ്ക്കുന്ന കാറ്റല്ല, തിരിച്ചു പിടിക്കുന്ന കാറ്റാ. ചിലത് രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നു. അടുത്ത റിസൾട്ടിൽ സൗഖ്യങ്ങൾ നടക്കുന്നു. പരിശുദ്ധാത്മ ജോബിൻ പാസ്റ്റർ ദൈവാത്മ പ്രവചിക്കാൻ പറയുന്നു. ചില ശരീരങ്ങൾ ഇന്റേണൽ ഓർഗൻസിനകത്ത് ഈ രാത്രി സൗഖ്യം നടക്കുന്നു. വിശ്വസിക്കുന്ന രാമയം പറ. നാടായാലും നാറ്റം വെച്ചാലും നീ വിശ്വസിക്ക്, മഹത്വം കാണാൻ പോകുകയാ. ഈ പറഞ്ഞ ദൈവശബ്ദം നിറവേറി, പറഞ്ഞ പ്രവചനം നിറവേറി. 37-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞ പ്രവചനം നിറവേറി. സാറേ, 38-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞ പ്രവചനം നിറവേറി. ഹോവയായ ദൈവം അനന്തര ഹോവ ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് യോബിനോട് പറഞ്ഞു, ഉത്തരമല്ല എന്തെന്നാൽ, യോബേ, നീ പുരുഷനെ പോലെ അരമുറുക്ക്. ഞാൻ നിന്നോട് ചോദിക്കാൻ പോകുക. വിശ്വാസം പോയില്ല, പ്രത്യാശ പോയില്ല, ധൈര്യം പോയില്ല, ശരീരത്തിന്റെ ബലം പോയി. അതുകൊണ്ട് ഞാൻ നീ ബലമേറ്റെടുക്ക്. ഞാൻ നിന്നോട് ചോദിക്കാൻ പോകുക. 129 ചോദ്യം ദൈവം ചോദിച്ചു. കേൾക്കണമോ? 129 ചോദ്യം. ഞാൻ ഭൂമിക്കടിസ്ഥാനപ്പെട്ട് എല്ലാം ഇടാൻ പറ്റത്തില്ല, ഞാനത് പറഞ്ഞോളാം. 129 ചോദ്യം ദൈവം ചോദിച്ചു, ഒന്നിനു പുറകെ. ആമേ സ്വത്രം. 38-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ 129 ചോദ്യം ദൈവം ചോദിച്ച ചോദ്യത്തിന് ഒന്നിന് ഉത്തരം പറയാൻ യോബിന് പറ്റിയില്ല. യോബ് പറഞ്ഞു, ചോദിച്ചതിൻ്റെ ഒന്നിൻ്റെ ഉത്തരം എനിക്കറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ചോദിച്ച ആളിനെ എനിക്കറിയാം.
ചോദിച്ചയാളിനെ എനിക്കറിയാം. നിനക്ക് സകലതും കഴിയുമെന്നോ നിന്റെ ഉദ്ദേശമൊന്നോ ആരാധിക്കാൻ പോവുക. എൻ്റെ ദൈവത്തോട് പറയുന്ന രാത്രി ഈ ഉപവാസ പ്രാർത്ഥന ഇന്ന് രാത്രി പറ, ആമേ ഒരു കാര്യം എനിക്കറിയാം, ഒരു കാര്യം എനിക്കറിയാം. അവസാനത്തെ വാക്യം നിട്ടങ്ങള്, അവസാനത്തെ വാക്കട്ടെ. ഒരു കാര്യം യോബിനോട് ദൈവം പറഞ്ഞു, ആമേ യോബ് പറയും, എനിക്കൊരു കാര്യം അറിയാം, നിനക്ക് സകലതും കഴിയുമെന്നോ നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന്. എന്നെ കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള, എൻ്റെ തലമുറയെ കുറിച്ചുള്ള, എൻ്റെ ശരീരത്തെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഇന്നത്തെ ഉറപ്പുള്ള ദൈവമക്കൾ പറ. ഇരമ്യാവ് പറയാ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ദൈവം അറിയുന്നു. ആൻറ്റി, അത് തിന്മയ്ക്കല്ല, തിന്മയ്ക്കല്ല, നന്മയ്ക്ക് അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ രാത്രി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കളുണ്ടോ? അത് നന്മയ്ക്ക് അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി യേശുവിന്റെ നാമത്തിൽ, ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന് തീയത്തട്ടെ. ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് വ്യാപരിക്കട്ടെ, കൃപയുടെ ഇരട്ടിപ്പങ്ക് വ്യാപരിക്കട്ടെ. ഈ രാത്രി പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു ദൈവശക്തി പാളയം ചർച്ചിനകത്ത് ഇന്ന് രാത്രി വിശ്വസിക്കുന്നതിന് അകത്തുനിന്ന് ഒഴുകട്ടെ. തലകുലുക്ക് കൈയാട്ടിട്ട് പോകാനല്ല പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ തലകുലുക്കി ആട് പാവെ തലകുലുക്കുന്നവരെ തലകുലിക്കട്ട് എഴുന്നേറ്റ് പോകരുത്. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുമ്പോ, ഇത്രയും ആത്മശക്തിയോട് അഭിഷേകം വ്യാപരിക്കുമ്പോ നിർവിചാരിയ എഴുന്നേറ്റ് പോകല്ല്. നിർവിചാരി എഴുന്നേറ്റ് പോകല്ല്. പരിശുദ്ധാത്മാവിനോട് ഇന്ന് രാത്രി നിർവിചാരത്തെ കാണിച്ച് എഴുന്നേറ്റ് പോകല്ലേ. ദൈവം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാത്തവന് ദൈവം എല്ലാം തിരിച്ചു കൊടുത്തു. 7000 14,000 3000 6000 500 1000 500 പേർക്കാളെ 1000 പേർക്കാളെയായി. അതിലൊന്നും സന്തോഷിച്ചില്ല. സന്തോഷിച്ച എപ്പോഴെന്നറിയാവോ? സന്തോഷിച്ച ഒറ്റക്കാര്യത്തിന് നഷ്ടപ്പെട്ടു പോയ മാന്യതയെ കർത്താവ് തിരിച്ചു കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ മാന്യതയെ കർത്താവ് തിരിച്ചു കൊടുത്തു. അതിലാ സന്തോഷിച്ചേ. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാത്ത ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞാനത് അടുത്തൊരു പ്രാവശ്യത്തേക്ക് വിടുന്നു. ഈ രാത്രി വാഗ്ദത്തത്തിൽ ശക്തിപ്പെട്ടെന്ന് അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മെലിത്ത് എന്ന് മനസ്സിലായി. ദ്വീപിന്റെ പേര് ഒരു ആത്മാവിന്റെ ദൂതെന്ന് കൈമാറാൻ പോവുക എന്ന് ശ്രദ്ധിച്ച ഒരു 10 മിനിറ്റ് ഒന്ന് ആത്മാവ് ശ്രദ്ധിച്ച് രക്ഷപ്പെട്ട ശേഷം എന്ത് പറഞ്ഞാമോ? ഇന്ന് രാത്രി ഉടയുന്ന കപ്പൽ 275 പേരും കരയുമ്പോൾ, 275 പേരും നിലവിളിക്കുമ്പോൾ ഒരുത്തൻ മാത്രം സ്തോത്രം പറയുന്നു. എന്താ പൗലോസെ സ്തോത്രം പറയാൻ കാരണം? പൗലോസ് പറഞ്ഞു, ഞാൻ ശക്തിപ്പെട്ടത് കടലിലല്ല, ഞാൻ ശക്തിപ്പെട്ടത് കപ്പലിലല്ല, മാലൂമികളുടെ വാക്കിലല്ല, എൻ്റെ ഉടയവൻ്റെ വാക്കില. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, എൻ്റെ ഉടയവൻ്റെ വാക്ക് എപ്പോഴാ? എൻ്റെ പ്രതികൂലത്തിലല്ല ഉടയവൻ ഇടപെട്ടെ, എൻ്റെ പ്രതിസന്ധിയിലല്ല ഉടയവൻ ഇടപെട്ടെ. ഞാൻ പ്രതിസന്ധിക്കകത്ത് അകപ്പെടും മുമ്പേ ഉടയവൻ ഇടപെട്ടു. ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ പ്രതികൂലത്തിന്റെ കടലിൽ അകപ്പെട്ടപ്പോഴും ഉടയുന്ന കപ്പലിലും കയറിയപ്പോഴല്ല ഉടയവൻ ഇടപെട്ടെ. വാഗ്ദത്തം തന്ന എപ്പോഴെന്നറിയാമോ? 23-ാം അധ്യായം 11-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 23:11, പ്രവൃത്തിയുടെ പുസ്തകം 23:11. അർദ്ധരാത്രിയിൽ യഹോവയുടെ ദൂതൻ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം. നീ എന്നെ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. അവന് വാഗ്ദത്തം ഇതാണ്, ശക്തിപ്പെടാനുള്ള വാഗ്ദത്തം ഇതാണ്. ദൈവം അയക്കുമെന്ന് പറഞ്ഞൊരു വാഗ്ദത്തം കിടക്കുമ്പോ ഏത് കപ്പൽ ഉടഞ്ഞാലും, ഏത് കടലിളകിയാലും, ഏത് കപ്പലിന്റെ മാലൂമി തിരിഞ്ഞാലും ഉടമസ്ഥ മാറിപ്പോകത്തില്ലെന്ന് ഈ രാത്രി ആരൊക്കെ നിനക്ക് വിരോധമായാലും വാഗ്ദത്തത്തിൽ ശക്തിപ്പെട. നിന്നോട് പറഞ്ഞ ആലോചനയെ മുറുകെ പിടിക്ക. അറ്റ്ലാന്റിക് സമുദ്രത്തോട് വലിയ കപ്പൽ യാത്ര പുറപ്പെടുക.
അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തിരയെ കയറിക്കൊണ്ടൊരു കപ്പൽ യാത്ര പുറപ്പെടുമ്പോൾ വല്ലാത്ത തിരകളിൽ അകപ്പെട്ടപ്പോൾ കപ്പലിനകത്തൊരു അനൗൺസ്മെൻറ്റ് കേട്ടു, കപ്പൽ തകരാൻ പോകുകയാണ്. ഏത് നിമിഷം കപ്പൽ തകരും. 912 പേര് ആ കപ്പലിനകത്തിരുന്നുകൊണ്ട് അലറി വിളിക്കുമ്പോൾ ഒരമ്മച്ചി മാത്രം സ്തോത്രം പറയുന്നു. അവരവരുടെ ദൈവത്തെ വിളിച്ച് അലറിക്കൂവുമ്പോൾ ഒരമ്മച്ചി മാത്രം പുഞ്ചിരിയോടെ സ്തോത്രം പറഞ്ഞു. തലമുടി നരച്ചതാ, പല്ല് കൊഴിഞ്ഞതാ, കണ്ണ് താന്നതാ, തുകൽ ചുരുണ്ടൊക്കെ പോയിരിക്കുക. പക്ഷേ സ്തോത്രത്തിനും സന്തോഷത്തിനും ഒരു കുറവില്ല. അമ്മച്ചിയോട് ചോദിച്ചാൽ എല്ലാവരും കരയുമ്പോൾ എന്താ അമ്മച്ചി മാത്രം ചിരിക്കുന്നത്? ഈ കപ്പൽ ഏതെങ്കിലും അടുത്ത നിമിഷത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തിരക്കകത്തൂടെ കൂപ്പുകുത്തു, നമ്മളെല്ലാം ഇവിടെ തീരുമെന്ന്. പിന്നെ എന്നെ അമ്മച്ചി സന്തോഷിക്കുന്നത്. അമ്മച്ചി പറഞ്ഞു, ഈ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരമെത്തിയാൽ ഞാൻ എൻ്റെ മൂത്ത മോളെ കാണും. അല്ല, ഈ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു പോയാൽ എൻ്റെ ഇളയ മോളെ കാണും. അവർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു എന്താ പറഞ്ഞ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അമ്മച്ചി പറഞ്ഞു, എന്നേക്കാൾ മുമ്പ് നിത്യതയിൽ കരേറിപ്പോയ എൻ്റെ ഇളയ മകളുണ്ട്, അവൾ സ്വർഗത്തില. ഈ കപ്പൽ മറുകരയെത്താതെ ഈ കപ്പൽ തകർന്നു പോയാൽ ഞാൻ വേഗം അവളെ കാണും. അല്ല, ഈ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത് നങ്കൂരമിട്ടാൽ എൻ്റെ മൂത്ത മകളെ കാണും. രണ്ടും എനിക്കൊരുപോലെ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തോട്, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പമെടുത്ത് വാഴ്ത്തി. എന്താ എടുത്ത് വാഴ്ത്താൻ കാരണമെന്നറിയാമോ? രാത്രി കർത്താവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു പറഞ്ഞ, പൗലോസേ ധൈര്യമായിരിക്കുക, കപ്പലിനല്ലാതെ ഇതിനകത്തിരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഹാനി വരില്ല. ഇത് പറഞ്ഞുകൊണ്ട് അപ്പമെടുത്ത് നുറുക്കുമ്പോൾ അവർ ചോദിച്ചു, എന്താ ധൈര്യത്തിൻ്റെ കാരണം? എന്താ നിന്റെ ധൈര്യത്തിൻ്റെ കാരണം? പൗലോസ് പറഞ്ഞൊരു പദം, എൻ്റെ ഉടമസ്ഥനും. ഇന്ന് രാത്രി ഇതും കേട്ടോണ വീട്ടിൽ പോകാൻ പോന്നെ. എൻ്റെ ഉടമസ്ഥനും ഞാൻ സേവിക്കുന്നതിനുമായ എൻ്റെ ദൈവം കടലിൻ്റെ നടുക്ക് ഉടയുന്ന കപ്പലിനകത്ത് ഇറങ്ങി വന്നെന്ന്. ഇന്ന് രാത്രി ആർക്കും വരാൻ കഴിയാത്ത ഉടയുന്ന കപ്പലിനകത്തോട്ട് എൻ്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നെന്ന് ഇന്ന് രാത്രി ഈ ദൂതിന് മുമ്പിൽ പൊട്ടിത്തെറിച്ച് സ്വത്രം പറയുന്ന ദൈവമക്കൾ പാളയത്തെ ഉണ്ടെന്ന് പറയാം. ആരും വരാത്ത പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, ആരും വരാത്ത പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഈ രാത്രി പ്രതിസന്ധിയുടെ തിരയെ ചവിട്ടിക്കൊണ്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവം. പലകത്തൊണ്ടെ പിടിച്ച് കപ്പലെല്ലാം കപ്പൽ തകർന്നു. മെലീത്ത തുറമുഖ പട്ടണമല്ല, ചെറിയ ബോട്ടുകൾ എടുക്കുന്ന പട്ടണമാണ് അത്, തുറമുഖമാണ്. പക്ഷെ ദൈവം പറഞ്ഞു, പൗലോസേ ഞാൻ കപ്പൽ ഉടഞ്ഞല്ലടാ, ഞാൻ ഉടച്ചതാ. നിന്നെ മെലീത്തിൽ ശുശ്രൂഷിപ്പിക്കണമെങ്കിൽ കപ്പൽ ഉടയ്ക്കണം. നിന്നെ മെലീത്തിൽ ചെയ്യണമെങ്കിൽ ചിലത് ചെയ്യിക്കണമെങ്കിൽ കപ്പൽ ഉടയ്ക്കണം. ചിലത് ഉടച്ചത് മഹത്വം കാണാനാണ്. ചിലത് ഉടച്ചത് മഹത്വം കാണാനാ. ഉടച്ചപ്പം നമുക്ക് മനസ്സിലായില്ല, പിന്നെ മനസ്സിലായത് ഇത്രയും മഹത്വം ഉണ്ടോയെന്ന്. ചിലത് ഉടഞ്ഞപ്പം നിനക്ക് മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലായി ഇത്രയും ഉണ്ടോയെന്ന്. കരമുയർത്തി പറഞ്ഞു അമ്മാവൻ ഹല്ലേലൂയ. ഞാൻ വേഗം ആ ഭാഗത്തുനിന്ന് ഓടി മാറട്ടെ. എനിക്ക് വിശദീകരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും രാത്രിയുടെ നിശബ്ദത പേടിപ്പിക്കുന്നതുകൊണ്ട് വേഗം മാറാം. അവിടുന്ന് പൗലോസ് പലകത്തുണ്ടെ പിടിച്ച് മെലിത്ത് കയറിയപ്പോൾ അവിടെയുള്ള ബർബരന്മാർ അസാധാരണതയെ കാണിച്ചു. അവരെ ശീതനിമിത്തം തീ കൂട്ടി അവനെ തണുപ്പ് മാറ്റി. പക്ഷെ പൗലോസിന് ആ തണുപ്പ് മാറിയ കാലഘട്ടത്തിൽ അവരുടെ കൂടെ അവർ കൊടുത്ത തീയിലിരുന്നാണെങ്കിൽ അവിടെ ഇരുന്ന് പോകാമായിരുന്നു. പൗലോസ് അങ്ങോട്ട് മാറി ഒരു വിറകെടുത്തപ്പോൾ അണല് തലയിലോട്ട് കയറാൻ വന്നു. അണല് കയറി കയ്യെ ചുറ്റി നിന്ന ബർബരന്മാർ പറഞ്ഞു, ഇവൻ കൊലപാതകനാന്ന്, ഇവൻ ഇവിടം കൊണ്ട് തീരുമെന്ന്. അവിടെയും പൗലോസ് കുലുങ്ങാൻ നിൽക്കുക. എന്താ പൗലോസ് അണല് കയ്യെ ചുറ്റിട്ടും കുലുങ്ങാഞ്ഞ്? പൗലോസ് പറഞ്ഞു, വാഗ്ദത്തം ശ്രേഷ്ഠമായിട്ട് കിടക്കല്ലേ, എടാ റോമിൽ എത്തിക്കാമെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ മെലീത്ത കൊണ്ട് തീരത്തില്ലെന്ന്. ആമേൻ പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ശബ്ദം ഒന്ന് കുറച്ചെന്നേ ഉള്ളൂ. ആമേൻ നിന്നെ മെലീത്ത കൊണ്ട് തീർക്കത്തില്ലെന്ന്, റോമിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ദൈവം വിളിച്ചിറക്കിയിട്ട് മെലീത്തയിൽ ഇട്ടേച്ച് പോകൂ സാറേ? ഇല്ല. ഈ രാത്രി ഉറപ്പുള്ള ദൈവവേദന പറ, നിന്നെ മെലീത്തയിൽ ഇട്ടേച്ച് പോകത്തില്ല. ഈ രാത്രി ഉറപ്പുണ്ടോ? യേശുവിന്റെ നാമത്തിൽ കത്തുന്ന തീക്കകത്തോട്ട് ആളിക്കത്ത് തീയിലോട്ട് വലിച്ചിട്ട കൊമ്പ് ആളിക്കത്തുമ്പോൾ, ഉണക്കക്കമ്പ് ആളിക്കത്തുമ്പോൾ പൗലോസ് അതിനെ തീയിലോട്ടൊന്ന് കുടഞ്ഞു കളഞ്ഞു. പൗലോസ് പറഞ്ഞു, അണലിയെ നീ പലരെയും കൊന്നു കാണും, 18 സെക്കൻഡ് കൊണ്ട് നീ കൊത്തിയ പലരും ചത്തു കാണും. പക്ഷെ എൻ്റെ ദൈവം എന്നെ ഇവിടെ അയച്ചത് അണലി കൊത്തി ചാകാനല്ല, ബുബ്ബുളിയോസിന്റെ വീട് തുറക്കാനാ.
ആമേ, മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടോ? ഇത് രാത്രി കേൾക്കണം ദൂത്. ആ പൗലോസ് പറയും, എന്നെ ദൈവം അയച്ചത് നീ കൊത്തിച്ചാകാനല്ല, പുബ്ലിയോസിന്റെ വീടിന്റെ വാതിൽ തുറക്കാനാ. ഇന്ന് രാത്രി ആമേ, മെലീത്തയിലെ ആണലി, മാൾട്ടയിലെ ആണലി പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാക്കി ദൈവം മാറ്റിയെന്ന്. ഈ രാത്രി മനസ്സിലായോ? നിന്റെ ചില പ്രതിസന്ധികൾ ചിലതിനെ താക്കോലാക്കി ഇന്ന് രാത്രി ദൈവം മാറ്റാൻ പോകുകയോ. നിനക്കെതിരെ തലപൊക്കി നിൽക്കുന്ന, നിന്റെ ശുശ്രൂഷക്കെതിരെ തലപൊക്കി നിൽക്കുന്ന ചില ആണലിയെ ഇന്ന് രാത്രി നീ ഒന്ന് കൊടഞ്ഞു കളയാൻ ഏൽപ്പിക്കാമെങ്കിൽ ഈ രാത്രി അടുത്ത ദിവസങ്ങളിൽ ചില മഹത്വം കാണോ. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തത്തിൽ ശക്തിപ്പെടെ. ഹെരോദാവേ, നീ വാള് തേച്ചാലും പത്രോസ് ഉറങ്ങും. ഞാൻ വാക്ക് പറഞ്ഞു വിടാ. നീ എത്ര വാള് തേച്ചാലും പത്രോസ് ഉറങ്ങും. കാരണം അവന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ട്. അവൻ അതിലൊക്കെ ശക്തിപ്പെട്ടു, അവൻ അതിലങ്ങ് ഉറച്ചു, അതിനവനെ ബലപ്പെട്ടു. ജീസസ്. മെലീത്തയിലെ ആണലി പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലായി. അതിനെ കുടഞ്ഞു കളഞ്ഞപ്പം അവിടെ ഉള്ളൊരു പറയുക, ഇവൻ ദൈവനാന്ന്. സ്വത്രം. ദൈവം ചെയ്യാനിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആദ്യമൊക്കെ ഇച്ചിരി പ്രയാസമൊക്കെ തോന്നി ഞാൻ പിടിച്ചിരുന്നു. അപ്പുറത്തെ മഹത്വം കാണാൻ പോകും. കയറി വന്നത് മെലീത്തെ പലകത്തുണ്ടെ പിടിച്ച. തിരിച്ചു പോയത് റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്രയുള്ള കപ്പലേലാണ്. മനസ്സിലാവുന്ന എഴുന്നേറ്റ് നിന്നേ. 2-3 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് രാത്രി പ്രതിസന്ധി നിനക്കെതിരെ എഴുന്നേറ്റ് എഴുന്നേക്കാനാവുന്ന സകല ദൈവമക്കൾ എഴുന്നേറ്റോ. 2-3 മിനിറ്റ് എഴുന്നേക്കാൻ പറ്റുന്ന സകല കുഞ്ഞുങ്ങളും എഴുന്നേറ്റോ. ആമേ, 2-3 മിനിറ്റ് ഒന്ന് സ്വത്രം പറയാൻ പോകുക. എളുപ്പം ഞാൻ ഇവിടുത്തെ 8:30 നിർത്താൻ 5 മിനിറ്റ് കൊണ്ടുണ്ട്. 5 മിനിറ്റോടെ. അതുകൊണ്ട് ഞാൻ പ്രസംഗം ഒന്ന് നേരത്തെ നിർത്തിയത്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറ, ഈ രാത്രി വാഗ്ദത്തത്തിൽ ഞാൻ ശക്തിപ്പെടുമെന്ന്. ശരീരത്തിന് സൗഖ്യങ്ങൾ നടക്കാൻ പോവുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കരുത്. ഇന്ന് രാത്രി ഞാൻ ഓർക്കുന്നുണ്ട്, പാളയത്തിൽ നടന്ന മീറ്റിങ്ങുകളുടെ ആരാധനയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സ്തോത്രം. കർത്താവ് ആമേ ആ ദിവസങ്ങളൊക്കെ പറഞ്ഞ ദൈവശബ്ദങ്ങൾ നിറവേറിയത്. ആമേ, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2018 19 രാത്രി ഇവിടെ ഇറങ്ങി വന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. സഹോദരിമാർ പ്രവചിക്കുന്ന ഇന്ന് ഞാൻ എടുത്തെടുത്ത് കാണും. എനിക്ക് ഉറപ്പിന് വേണ്ടി ഞാൻ എടുത്തെടുത്ത് കാണാറുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് ആ കോൾ വന്നിട്ടുണ്ട് എനിക്ക്. സ്തോത്രം ചെയ്യുന്നു. അന്ന് രാത്രി ഓർമ്മയുണ്ടല്ലോ, അസാധാരണമായ ദൈവസാന്നിധ്യം. 8:45 9 മണിയായിട്ട് തീരാതെ അവസാനം ഞാൻ മൈക്ക് ജോമൻ്റെ കൊടുത്തിട്ട് ഓടിപ്പോയൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് രാത്രി കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ സ്വത്രം പറ. സാറേ, ഇന്ന് രാത്രി സ്വത്രം പറ. ആണലിയെ നോക്കിക്കൊണ്ട് ബർബരമാർ കമന്റ് പറയുമ്പോൾ വാഗ്ദത്തമുള്ള നീ ചിരിച്ചിട്ട് പറ, റോമിലെത്തിക്കുമെന്ന്. ഈ രാത്രി റോമിലെത്തിക്കുമെന്ന്. ആമേ, വാഗ്ദത്തമുള്ള നീ പറ, റോമിലെത്തിക്കുമെന്ന്. വാഗ്ദത്തം നമ്മുടെ അവകാശമാ. ഈ രാത്രി കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, കർത്താവാൻ കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, ഘോരമ പാടുകൾ ക്രൂരരാം ജൂതരാൽ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, എത്രയാഴമേ പാടിക്കേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, ജീവകിരീടവും ജ്യോതിയ വസ്ത്രവും നീതിയിൻ ചെങ്കോലും ധരിച്ചു വാഴുവാ, ഉൾമൂടി ധരിച്ചു നിന്നെയും സാധിച്ചു, മന്നാതി മാറാത്ത സ്നേഹമേ,
സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ ലോകസ്ഥാപനമോ എന്നെയും കണ്ടല്ലോ ലോകസ്ഥാപനമോ എന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമായി സ്വർഗീയ വിളിയാ എത്രയോ ശ്രേഷ്ഠമായി സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യന എണ്ണീയ സ്നേഹമേ എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ കർത്താവാൻ കുഞ്ഞാട്ടി കല്യാണ നാളതിൽ കർത്താവാൻ കുഞ്ഞാട്ടി കല്യാണ നാളതിൽ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ ഓരമ പാടുകൾ കാരണമില്ലാതെ സായിച്ച സ്നേഹമേ കാരണമില്ലാതെ സായിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ കർത്താവാൻ കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കർത്താവാൻ കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാ കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാ കോരമ പാടുകൾ ദൂതരാ കോരമ പാടുകൾ കാരണമില്ലാതെ സാഹിത്യ സ്നേഹമേ കാരണമില്ലാതെ സാഹിത്യ സ്നേഹമേ Hallelujah, 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 hallelujah. കരമടിക്ക് ആത്മാവിശ്വാസം ആമേൻ. വെള്ളത്തിന്റെ ഗന്ധമടിക്കും വെള്ളത്തിന്റെ ഗന്ധമടിക്കും വെള്ളത്തിന്റെ ഗന്ധമടിക്കും അത് പോറ്റി കിളിക്കുന്ന പോലെ ആമേൻ പോറ്റി കിളിക്കുന്ന പോലെ അന്യഭാഷ പറഞ്ഞവള എന്ന മകൾക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ വാഗ്ദത്തത്തിന് ശക്തിപ്പെടും. ഓ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാരാഗ്രഹത്തിന്റെ അകത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ കാരാഗ്രഹത്തിന്റെ കേട്ടഴിക്കുന്ന ദൈവശക്തി രാത്രി കരം താത്തടല്ലേ, ഒരു മിനിറ്റ് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാനിന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ
എൻ്റെ വാഗ്ദത്തങ്ങൾ ശക്തിപ്പെടുവന്നു. എൻ്റെ വാഗ്ദത്തങ്ങൾ ശക്തിപ്പെടുവന്നു. എൻ്റെ വാഗ്ദത്തം ഇന്നില്ലാത്തതും നാളെയിലേക്ക് പ്രതീക്ഷയോടെ കാലുവെക്കാൻ ദൈവം നമ്മോട് സംസാരിച്ച ശബ്ദമാണ് വാഗ്ദത്തം. ഇന്നില്ലാത്തതും നാളെയിലേക്ക് പ്രതീക്ഷയോടെ കാലുവെക്കാൻ നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിച്ച ശബ്ദമാണ് വാഗ്ദത്തം. ഞാൻ ശക്തിപ്പെടുന്ന അതില പ്രതിസന്ധിയുടെ നടുവിൽ കയറി പിടിക്കാനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളില്ല. വാക്ക് പറഞ്ഞവൻ മാറില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും നിന്നോട് പറഞ്ഞ ആലോചന മരിക്കില്ല. അതിനാ പൗലോസ് പറഞ്ഞു, ഞാനും ശിലുവാനോസും തീമോഥെയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. കരമുയർത്തി ആമേൻ പറഞ്ഞേ, ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവ് എനിക്കൊരു നിയോഗം തീർന്നു. രോഗസൗഖ്യം നടക്കുന്ന രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, സൗഖ്യങ്ങൾ നടക്കുന്നു. നിയോഗം തീർന്നു. മഞ്ഞ് പെയ്യുന്ന പോലെ, മഞ്ഞ് പെയ്യുന്ന പോലെ. അഞ്ചാമത്തെ രാത്രി അടയാളങ്ങൾ രാത്രിയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ദൈവാത്മാവിനോട് പറയുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു, വിടുതലുകൾ നടക്കുന്നു, വിടുതലുകൾ സംഭവിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കുന്നു. Receive, 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 receive. ഓൺലൈൻ കൂടെ ദർശിക്കുന്നവരുടെ മേൽ സൗഖ്യങ്ങൾ നടക്കുന്നു. കൊടുങ്കാറ്റ് നിനക്കെതിരെ അടിക്കുമ്പോൾ, അണല് നിനക്കെതിരെ തലപൊക്കുമ്പോൾ, പ്രതിസന്ധി നിനക്ക് നേരെ കയറി വരുമ്പോൾ നീ വാഗ്ദത്തത്തിൽ ശക്തിപ്പെട്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഒരിക്കൽ കൂടെ നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞ ദൈവശബ്ദം, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. ഏതൊക്കെ പ്രതിസന്ധികൾ കയറി വന്നാലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വാഗ്ദത്തത്തിൽ ശക്തിപ്പെടണം. കർത്താവിന് മഹത്വം കൊടുക്കണം. ഈ ടൈമിൽ ഉപവാസ പ്രാർത്ഥനയുടെ കോണിൽ നിൽക്കാൻ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ഞാൻ ക്രിസ്തുവിൽ പ്രതിയെ സ്നേഹിക്കുന്ന ബഹുമാന്യ കർത്തദാസനോട്, ദൈവസഭയോട്, എൻ്റെ സഹോദരനോട്, എല്ലാവരോടും കർത്തദാസന്മാരോടും വിനയപൂർവ്വം നന്ദി പറയുന്നു. കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാറായി. എൻ്റെ പ്രഭാഷണങ്ങൾക്കൊടുവിൽ ഞാൻ പറഞ്ഞു നിർത്തുന്ന പദം ഒരു സെക്കൻഡോട് പറഞ്ഞു നിർത്താം. കർണപുടങ്ങളിൽ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാറായി. മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കാറായി. നാം പുനരുത്ഥാന ശരീരങ്ങളായി പറന്നു വരാൻ കാലമായി. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗാഡ് ബ്ലസ് യു. നമ്മുടെ തലകളെ വീണ്ടും വണക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഇന്ന് പകലും കർത്താവിന്റെ ദാസനിലൂടെ വ്യക്തമായി ദൈവത്തിന്റെ ആലോചനകൾ ഹല്ലേലൂയ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് പോകണമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രിയിലും നമ്മോട് ഇടപെടുവാനിടയായല്ലോ. ദൈവം ഇടപെട്ട വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തെ അവൻ മുറുകെ പിടിപ്പാനിടയായി.
ക്ഷീണിച്ചു പോകില്ല. വാഗ്ദത്തത്തിൽ താൻ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ തക്ക സമയത്ത് തന്റെ ജീവിതത്തിൽ നിറവേറ്റുവാനിടയായി. പൗലോസിനോട് കൊടുത്ത വാഗ്ദത്തം, കൈസരുടെ മുൻപിൽ നിന്നെ നിർത്തും, റോമിൽ നിന്നെ നിർത്തുമെന്ന്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വന്നു, പോരാട്ടങ്ങൾ കടന്നു വന്നു, അനേക വിഷയങ്ങൾ കടന്നു വന്നു. എന്നാൽ അതിൻ്റെ മധ്യയിലൊക്കെയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം തന്നോടുകൂടെ ഇരുന്നു കൊണ്ട് വാഗ്ദത്തം നിവർത്തീകരിപ്പാൻ ദൈവം തൻ്റെ ജീവിതത്തിൽ വഴിയൊരുക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ വിവിധ വിഷയങ്ങളിൽ ക്ഷീണിച്ച് മടുത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, ക്ഷീണിച്ചു പോകുവാൻ ഇന്ന് രാത്രി കാലം ഇടയാകരുത്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമുക്ക് ബലപ്പെടാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കേട്ട വചനത്തിന്റെ മുൻപിൽ എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട് വാഗ്ദത്തങ്ങളെ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓർക്കുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്നെ ഓരോ വാഗ്ദത്തങ്ങളും ഇനിയും ശേഷിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം നിറവേറ്റുവാൻ ശക്തനാണ്. അനേക വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നിറവേറ്റി തന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം ശക്തമായി വ്യക്തമായി നമ്മോട് ഇടപെടുവാനിടയായി. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവനത് നിവർത്തീകരിക്കാം. അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം, പൗലോസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി നമ്മെ കേൾപ്പിക്കുവാനിടയായി. പകലും രാത്രിയിലും ശക്തമായി വ്യക്തിപരമായി കുടുംബങ്ങൾക്ക് ഹല്ലേലൂയ സഭയോടുമുള്ള ദൂതുകളെ ദൈവം നമുക്ക് തന്നതിനാൽ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അനേകരുടെ മധ്യയിൽ ശക്തമായിട്ട് ഈ നാളുകളിൽ പിന്നെയും ദൈവം കരങ്ങളിൽ എടുക്കുവാൻ കർത്താവിന്റെ ദാസനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദീർഘ ഉപവാസത്തിലായിരിക്കുന്നവരെ ദൈവം ബലപ്പെടുത്തേണം, ശക്തീകരിക്കണം, ദൈവകൃപ പകരണം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവർക്കും സൗഖ്യം, ആരോഗ്യം പിന്നെയും പകരണം. എല്ലാ വിടുതലും ദൈവം നമ്മുടെ മധ്യയിൽ അയക്കണം. വരും ദിവസങ്ങളിൽ പിന്നെയും ദൈവദാസന്മാരെ നമ്മുടെ മധ്യയിൽ അയച്ചു തന്ന് മാറ്റമില്ലാത്ത വചനം ശബ്ദം ദൈവം നമുക്ക് തരേണ്ടതിനായി നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. എല്ലാവരും കേട്ട വചനത്തിന് മുൻപിൽ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജിജി സക്കറിയ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും രാത്രിയിലും അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ ദാസനിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ദൈവവചനത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവനത് നിറവേറ്റും. ഹല്ലേലൂയ, സ്തോത്രം. ആ വിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന ഹല്ലേലൂയ ദൈവമേ അവസരങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഞങ്ങൾ കേട്ടു കർത്താവേ. ഇയ്യോബിനെ ദൈവം വിളിച്ചത് ഞങ്ങൾ കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. വിശ്വാസത്തിന്റെ പരിശോധനകൾ ജീവിതത്തിന് ഒന്ന് പിറകെ ഒന്നായി ആഞ്ഞടിച്ചപ്പോഴും ഹല്ലേലൂയ കർത്താവേ, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും, എൻ്റെ ജീവിതത്തെ ഞാൻ അവൻ്റെ മുമ്പിൽ തെളിയിക്കുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ ഭക്തന്റെ ഹല്ലേലൂയ സ്തോത്രം ആ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഗന്ധം തട്ടിയാൽ ഹല്ലേലൂയ അത് കിളിർത്തു വരും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തെളിവല്ലാത്ത ആകാശത്തെ തെളിയിക്കുന്ന കാറ്റുകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, പൗലോസിന്റെ ജീവിതത്തിൽ ആ വലിയ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ അതിന്റെ നടുവിൽ പുബ്ലിയോസിന്റെ ഹല്ലേലൂയ സ്തോത്രം സൗഖ്യമാക്കുവാൻ ചില സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ. ഇന്ന് പകലിലും രാത്രിയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ആത്മാവിൽ ചെയ്തെടുപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിച്ചു. ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ശുശ്രൂഷകൾ ചെയ്ത കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ 10:30 തന്നെ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബോബി കോട്ടയം നമ്മുടെ മധ്യയിൽ ശുശ്രൂഷിക്കും. എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും സമയത്ത് തന്നെ എത്തിച്ചേരുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.